ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് ഇന്ന് നിർണായകമായ ദിവസമാണ്. രാഹുലിന്റെ ജാമ്യാപേക്ഷ തിരുവല്ല കോടതി പരിഗണിക്കുന്നുണ്ട്. ഇതടക്കം നിരവധി വാർത്തകളുണ്ട്. നമുക്ക് ആദ്യം വാർത്തകൾ വേഗത്തിൽ നോക്കാം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ മൂന്നാം ബലാത്സംഗ കേസിലെ അതിജീവിതയുടെ ശബ്ദ സന്ദേശം ന്യൂസ് 18. ഫെനി ചാറ്റ് പുറത്തുവിട്ടത് തന്നെ അധിക്ഷേപിക്കാൻ തലയും വാലുമില്ലാത്ത ചാറ്റുകളെന്നും പെൺകുട്ടി. കേസിൽ രാഹുലിന് ഇന്ന് നിർണായകം. ജാമ്യാപേക്ഷയിൽ തിരുവല്ല ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വാദം കേൾക്കും. കേരള കോൺഗ്രസ് മുന്നണി മാറുമോ? നിർണായക സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം കോട്ടയത്ത്. മുന്നണി മാറ്റത്തിൽ പാർട്ടിയിൽ വ്യക്തമായ അഭിപ്രായ ഭിന്നത. ജോസഫ് വിഭാഗത്തിന്റെ സ്പെഷ്യൽ കൺവെൻഷനും ഇന്ന്. CPM കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. തെരഞ്ഞെടുപ്പ് ഒരുക്കം ചർച്ചയ്ക്ക്. ടേം വ്യവസ്ഥയിലെ ഇളവും പരിഗണനയ്ക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ KP ശങ്കർദാസിനെ ആശുപത്രി മാറ്റുന്ന കാര്യത്തിൽ തീരുമാനമിന്ന്. തന്ത്രിക്കായി കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാൻ SIT. ബൃഹൻ മുംബൈ തെരഞ്ഞെടുപ്പ് ഫലം ഇന്നറിയാം. BMCയിൽ 227 വാർഡുകളിലായി ആകെ 1700 സ്ഥാനാർത്ഥികൾ. കേവല ഭൂരിപക്ഷം നേടാൻ 114 സീറ്റുകൾ. BJP മുന്നണിക്ക് എക്സിറ്റ് പോളുകൾ മുൻതൂക്കം പ്രവചിക്കുന്നു. എക്സിറ്റ് പോളുകളിൽ 138 സീറ്റുകളുമായി BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകുമെന്ന് പ്രവചനം. വെനസ്വേലയിൽ പ്രതിപക്ഷ നേതാവ് ട്രംപിനെ കണ്ടു. തനിക്ക് ലഭിച്ച സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ട്രംപിന് സമ്മാനിച്ച് മറിയ കൊറീന മച്ചാഡോ. പ്രതിപക്ഷം അമേരിക്കയ്ക്ക് ഒപ്പമെന്നും മച്ചാഡോ. ഇറാൻ ആക്രമിക്കാൻ അമേരിക്ക. US വിമാനവാഹിനി കപ്പൽ ദക്ഷിണ ചൈന കടലിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലേക്ക്. വ്യോമപാത തുറക്കാതെ ഇറാൻ. ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പിനായി കടുത്ത പോരാട്ടം. കണ്ണൂരും കോഴിക്കോടും തമ്മിൽ ഇഞ്ചോടിഞ്ച്. 3ാം ദിനമായ ഇന്ന് ഭരതനാട്യവും കുച്ചിപ്പുടിയും അടക്കം ജനപ്രിയ മത്സരങ്ങൾ. പാലക്കാട് മംഗലം ഡാമിൽ അയൽവാസിയുടെ വെട്ടേറ്റ് കുടുംബനാഥൻ മരിച്ചു. തളികക്കല്ല് ഉന്നതിയിലെ രാജാമണിയാണ് അയൽവാസിയായ രാഹുലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. വ്യാഴാഴ്ച രാത്രി 9 മണിയോടെയാണ് ആക്രമണമുണ്ടായത്. വീടിന് സമീപത്ത് വെച്ച് കൊടുവാൾ കൊണ്ട് വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. രാജാമണിയുടെ മകളും രാഹുലും തമ്മിലുള്ള ബന്ധം ചോദ്യം ചെയ്തതാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് മംഗലം ഡാം പോലീസ് അറിയിച്ചു. നമുക്ക് വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കടക്കണം. അതിൽ ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ 3ാം ബലാത്സംഗ കേസിലെ അതിജീവിതയുടെ ശബ്ദ സന്ദേശം പുറത്തു വന്നു. ന്യൂസ് 18 സന്ദേശം രാവിലെ 7 മണിക്ക് പുറത്തുവിട്ടു. രാഹുലിന്റെ സുഹൃത്ത് ഫെനി നൈനാന്റെ ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞ അതിജീവിത ചാറ്റ് പുറത്തുവിട്ടത് തന്നെ അധിക്ഷേപിക്കാനാണെന്നും ഇനിയും പരാതിക്കാർ വരുന്നത് തടയാനുമാണെന്നാണ് പറയുന്നത്. തലയും വാലുമില്ലാത്ത ചാറ്റുകളാണ് ഫെനി പുറത്തുവിട്ടത്. 2024 ജൂലൈയിൽ പരിചയപ്പെട്ട ഫെനിയുമായി 2025 നവംബർ വരെയായിരുന്നു അടുത്ത സൗഹൃദമുണ്ടായിരുന്നത്. രാഹുൽ അങ്ങേയറ്റം സ്ട്രെസ്സും ട്രോമയും തന്നതിൻ്റെ ഫലമായി 2024 മെയ് മാസത്തിലാണ് മിസ്കാരേജ് സംഭവിച്ചത്. കഴിഞ്ഞ ഓഗസ്റ്റിൽ ആരോപണങ്ങൾ വന്നു തുടങ്ങിയപ്പോൾ രാഹുലുമായി വിശദമായി സംസാരിക്കാനാണ് 3-4 മണിക്കൂർ സമയം വേണമെന്ന് ആവശ്യപ്പെട്ടത്. അല്ലാതെ വീണ്ടും ശാരീരിക ബന്ധത്തിനല്ല എന്ന് ഈ പെൺകുട്ടി അതിജീവിത ഈ സംസാരത്തിൽ പറയുന്നു. അവരുടെ വാക്കുകളിലേക്ക്. രാഹുല് എനിക്കത് പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം എന്നൊക്കെ പറഞ്ഞ ആളെ ഇറങ്ങി ഓടുന്നൊരു സ്വഭാവം കൂടി ഉണ്ട്. അപ്പൊ നിങ്ങളെ ചാറ്റ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇറങ്ങി ഓടാൻ പറ്റില്ല. എനിക്ക് ഇത്ര സമയം വേണമെന്ന് ഞാൻ പറയുന്നുണ്ട്. എനിക്ക് സേഫ് ആയിട്ടൊരു സ്ഥലം വേണമെന്ന് പറയുന്നുണ്ട്. പിന്നെ രാഹുലിനെ കാണാൻ വരും എന്ന് പറയുമ്പോൾ ഞാൻ രാഹുലിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ ആരെങ്കിലും കൊണ്ടുവരും. രാഹുലിൻ്റെ സൈഡിൽ നിന്ന് രാഹുലിൻ്റെ അമ്മയോ ചേച്ചിയോ കുറച്ച് ഫ്രണ്ട്സിൻ്റെ പേരുണ്ട്, അത്രയും ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫെനി ആരെങ്കിലും കൊണ്ടുപോകും. ഫെനിയാണെങ്കിൽ ഞാൻ അത്രയും കംഫർട്ടബിൾ ആണ്. എനിക്ക് നിന്നെ തീരെ വിശ്വാസമില്ല എന്ന് ഞാൻ രാഹുലിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഇതേ കാര്യം ഞാൻ ഫെനിയുടെ അടുത്ത് പറയുന്നുണ്ട്. ഫെനി, ഞാൻ ഒറ്റയ്ക്കല്ല വരുന്നത്. ഞാൻ വരുമ്പോൾ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് എൻ്റെ കൂടെ കാണും. ഇപ്പം രാഹുലിൻ്റെ കൂടെ നീ വരണം. നീ വരുന്നതാണ് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ, എനിക്ക് നിന്നെ കാണുന്നതും കൂടി ചെയ്യാമല്ലോ എന്ന് ഞാൻ ഫെനിയുടെ അടുത്ത് പറയുന്നുണ്ട്. പിന്നീട് ഞാൻ ഈ സേഫ് പ്ലേസ് വേണമെന്ന് പറയുന്നുണ്ട് ഇവരായിട്ട്. അതൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ തലയും വാലും ഇല്ലാത്ത കുറച്ച് ചാറ്റുകൾ മാത്രം പുറത്ത് വിട്ട് എന്നെ പീഡിപ്പിച്ച ഒരാളെ വീണ്ടും എനിക്ക് 3-4 മണിക്കൂർ കാണണം എന്ന് പറയുമ്പം എന്നെ സ്ലക്ഷയും ചെയ്യണം.
എന്നൊരു ഉദ്ദേശത്തോടുകൂടി മാത്രമാണ് അത് പുറത്തു വിട്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. 3-4 മണിക്കൂർ കാണുമെന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എനിക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് സമാധാനത്തോടെ ഒന്ന് സംസാരിച്ച് ഐ നീഡ് ക്ലോഷർ, അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. സേഫ് ആയിട്ടുള്ള സ്ഥലം വേണമെന്നാണ് ഞാൻ പറയുന്നത്. അത് ഓഫീസ് പറ്റത്തില്ല എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് ഞാൻ കാരണം പറയുന്നുണ്ട്. ഇന്ന കാരണം കൊണ്ടാണ് ഓഫീസ് പറ്റത്തില്ല എന്ന് പറയുന്നത്. മറ്റെവിടെയായാലും എനിക്ക് കുഴപ്പമില്ല, രാത്രി ആയാലും പകലായാലും കുഴപ്പമില്ല. ബിക്കോസ് ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, എൻ്റെ കൂടെ ആൾക്കാരുണ്ട്, അവിടുന്ന് ആൾക്കാരെ പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ 3-4 മണിക്കൂറിൽ എനിക്ക് വീണ്ടും രാഹുലിനോട് ഫിസിക്കൽ കോണ്ടാക്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പോകുന്നത് പോലും. പിന്നീട് ഇവരിങ്ങനെ ഒഴിഞ്ഞു മാറി എനിക്ക് മനസ്സിലായി ഇവരിത് ഒഴിവാക്കുവാണ്. പറഞ്ഞിട്ട് ചെല്ലുവാണെങ്കിൽ രാഹുൽ മുങ്ങുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് രാഹുലിനോട് പറയാതെയാണ് ഞാൻ പാലക്കാട് ചെല്ലുന്നത്. അപ്പോൾ പാലക്കാട് ചെന്നപ്പോൾ രാഹുൽ ചെയ്തത് ആള് എന്നെ കോൾ എടുക്കാതെ രാഹുലിൻ്റെ സ്റ്റാഫിനെ കൊണ്ട്, ഫസലുണ്ട്, ആലിവിനുണ്ട്, അവരെ കൊണ്ട് ഇങ്ങനെ മാറി സംസാരിപ്പിച്ച്, ചേച്ചി ഇവിടുത്തെ സാഹചര്യം ഇങ്ങനെയാണ്, രാഹുലിനടുത്ത് സംസാരിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾ കർണാടകയിലാണ്, മാത്തൂരാണ്, ഞങ്ങളുടെ അവസ്ഥ ചേച്ചിയുടെ അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങളുടെ അവസ്ഥ ഞങ്ങൾ ചേച്ചി ഒന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് രാവിലെ തൊട്ട് രാത്രി വരെ എന്നെ പാലക്കാട് തന്നെ ഇട്ട് ഞാൻ കറങ്ങുമായിരുന്നു. ഇവർ പറയുന്നതനുസരിച്ച് ചേച്ചി ഞങ്ങളിപ്പോൾ ടൗണിൽ വരും, ഞങ്ങൾ അവിടെ വരും, ഞങ്ങൾ എവിടെ വരും എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആ ലൊക്കേഷനിലോട്ട് പോകും. അങ്ങനെ രാഹുൽ എനിക്ക് കാണാൻ പറ്റിയില്ല. നെക്സ്റ്റ് ഡേ രാഹുൽ എനിക്ക് മനസ്സിലായി, രാഹുൽ എനിക്ക് ക്ലാരിറ്റി തരാൻ രാഹുലിന് ഉദ്ദേശമില്ല, ക്ലോഷർ തരാനും ഉദ്ദേശമില്ല, എന്നെ വേണ്ടി ഇങ്ങനെ വട്ടം കറക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇതാണ് ഇയാളുടെ ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ രാഹുലിനോട് പറഞ്ഞു, രാഹുലെ എനിക്ക് കൃത്യം ക്ലാരിറ്റി കിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാലും പിന്നെ പറഞ്ഞു, ഞാൻ റെസ്പോണ്ട് ചെയ്യും, ഞാൻ അറിഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ തുറന്നു പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് രാഹുൽ എന്നെ വീണ്ടും, രാഹുൽ ഭീഷണി രാഹുലിന്റെ സ്ഥിരം പരിപാടിയാണ്. രാഹുൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, വീണ്ടും എങ്ങനെയാണ് ഇത്രയും ട്രോമ തരുന്ന ഒരാളുടെ അടുത്തോട്ട് നമ്മൾ വീണ്ടും എത്തുന്നതിന്. നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ട്രോമ ബോണ്ട് എന്താണെന്ന് അറിയണം, ഒരു നാർസിസിസ്റ്റ് എന്താണെന്ന് അറിയണം. നമ്മൾ ഒരു മനുഷ്യനുണ്ടാകുന്ന ഒരു ട്രോമ കഴിയുമ്പോൾ ഒരു മനുഷ്യന് ഉണ്ടാകുന്ന ഒരു ഇമോഷണൽ പ്രശ്നങ്ങളും മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ എല്ലാവരും മനസ്സിലാക്കണം. അതിൻ്റെ കൂടെ ഒരു ഭീഷണിയൂടെ ആയിട്ട് നമുക്കത് ഭീഷണിയാണോ സ്നേഹമാണോ എന്ന് പോലും മനസ്സിലാകാതെയാണ് നമ്മൾ ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ ഈ രാഹുൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട് ഇതിന് പുറകിൽ. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള സംസാരമാണ് ഈ ഒരു ഐഡിയയും കിട്ടാതെ, തലയും വാലുമില്ലാതെ ഫെരീനേനെ പുറത്തു വിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒത്തിരി ആലോചിച്ച് ഇതിൽ ഞാനിങ്ങനെ ഒരു കാര്യമായിട്ട് മുന്നോട്ട് വരുമ്പം ഞാൻ ഇത്ര വ്യക്തിഹത്യ ചെയ്യപ്പെടും, സംശയം ഉണ്ടാവും, മാരീഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ട് ഇതെല്ലാം ഇതിനപ്പുറം കേൾക്കും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് വന്നത്. ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ റെസ്പോണ്ട് ചെയ്യുമായിരുന്നെങ്കിൽ എനിക്ക് മുന്നേ വന്ന 2 കുട്ടികൾക്കും ഈ അവസ്ഥ ഉണ്ടാവത്തില്ല എന്ന്. ഞാൻ ഇതൊന്നും കണ്ട് പേടിക്കില്ല എന്ന് ഞാൻ ഫെനിയെ ഞാൻ ഒത്തിരി സ്നേഹത്തോടെ അറിയിക്കുകയാണ്. ബലാത്സംഗ കേസിൽ ജയിലിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ ജാമ്യാപേക്ഷയിലും ഇന്ന് തിരുവല്ല ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വിശദമായ വാദം കേൾക്കും. കെട്ടിച്ചമച്ച കേസാണെന്നും പരസ്പരമുള്ള സമ്മതപ്രകാരമാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതെന്നും അതിനാൽ ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ലെന്നുമാണ് രാഹുലിൻ്റെ വാദമായി മുന്നോട്ട് വരുന്നത്. BV അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അരുണ്, കഴിഞ്ഞ ദിവസം ഫെനി നൈനാൻ പുറത്തുവിട്ട ചില ചാറ്റുകൾ, അതിന് തലയും വാലുമില്ല എന്നാണ് ഇപ്പോൾ ഈ പെൺകുട്ടി വിശദീകരിക്കുന്നത്. അവർ വളരെ ബോൾഡായി പറയുന്നുമുണ്ട്, തനിക്ക് പേടിയില്ല, സൈബർ ആക്രമണം ഉണ്ടാകുമ്പോൾ തനിക്ക് അറിയാമായിരുന്നു എന്നും മറ്റും. ഇപ്പോൾ കേസെടുത്ത പശ്ചാത്തലം കൂടിയുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഈ കേസ് കുറച്ചുകൂടി സ്ട്രോങ് ആകാനുള്ള നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടോ? തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള അതിജീവിതമാർക്കെതിരെ എപ്പോഴും ഇങ്ങനെ പരാതി വരുമ്പോൾ സ്വാഭാവികമായും സൈബർ ആക്രമണങ്ങൾ പതിവാണ്. ഇപ്പോൾ രാഹുലിൻ്റെ ഏറ്റവും അടുത്ത അനുയായിയായ ഈ പലപ്പോഴും പെൺകുട്ടികൾ രാഹുലിനെ കാണാൻ പോകുമ്പോഴൊക്കെ ഒപ്പമുണ്ട് എന്ന് അവർ തന്നെ ഈ 3 അതിജീവിതമാരും ഈ പരാതികളിൽ ഫെനി നൈനാൻ എന്ന പേര് പരാമർശിച്ചിട്ടുണ്ട്. അതിൽ 3-ാമത്തെ അതിജീവിതയും ഫെനി നൈനാൻ്റെ പേര് തന്നെയാണ് പറഞ്ഞത്. ആ ഫെനി നൈനാൻ ഇന്നലെ അതിജീവിതയുടെ ഐഡൻറ്റിറ്റി കൂടി വെളിപ്പെടുത്താവുന്ന തരത്തിൽ അവരുടെ ഒരു വാട്സാപ്പ് ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ട് അടക്കം പുറത്തു വച്ചാണ് ആരോപണങ്ങളെയൊക്കെ തള്ളിക്കളയും വെല്ലുവിളിക്കുകയും ചെയ്തത്. അതിനെതിരെയാണ് ഇപ്പോൾ അതിജീവിത, നമുക്കറിയാം സ്വാഭാവികമായും ഇത്തരം സംഭവങ്ങളിൽ പെൺകുട്ടികൾ പുറത്തേക്ക് വരാൻ ഭയപ്പെടും, ശബ്ദം പോലും പുറത്തു വരാൻ ഭയപ്പെടും. പക്ഷേ അവരുടെ ഒരു ശബ്ദ സന്ദേശത്തിലൂടെ ഒരു മറുപടി ഫെനി നൈനാൻ എന്ന രാഹുലിൻ്റെ ഉറ്റ അനുയായിക്ക് ഈ ഇന്നലെ പോലീസ് കേസെടുത്ത സംഭവത്തിന് ശേഷമാണ് ഇത്തരം ഒരു ഓഡിയോ സന്ദേശത്തിലൂടെ മറുപടി പറയുന്നത്. ഫെനി നൈനാൻ ചാറ്റ് പുറത്തുവിട്ട് തന്നെ അധിക്ഷേപിക്കാനാണെന്ന് ഇര
കരുതുന്നുണ്ട്. ഇനിയും പരാതിക്കാർ വരുന്നത് തടയാനാണ് വ്യക്തിഹത്യ ചെയ്യുന്നത്. അതായത് ആദ്യം പരാതി പറഞ്ഞ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി അവരുടെ എല്ലാ പശ്ചാത്തലവും കുടുംബ പശ്ചാത്തലം അടക്കം പുറത്തുവിട്ടുകൊണ്ടായിരുന്നു രാഹുൽ ബ്രിഗേഡും രാഹുലിൻ്റെ സൈബർ ടീമും ഒക്കെ അവരെ അവമാനിക്കാൻ ശ്രമിച്ചത്. അതിനുശേഷം അടുത്ത പരാതി വരുന്നു, അവരുടെ ഐഡന്റിറ്റി പുറത്തുവിടാൻ ശ്രമങ്ങളുണ്ടായി. പക്ഷേ അത് ആ രീതിയിൽ പുറത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരം. ഏതായാലും ഈ പെൺകുട്ടിയെ ആ രീതിയിൽ അപമാനിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിച്ചു എന്ന് തന്നെ അവർ വിശ്വസിക്കുന്നു. ഇനിയും പരാതിക്കാർ വരുന്നത് തടയാനാണ് വ്യക്തിഹത്യ ചെയ്യുന്നത്. വാലും തലയുമില്ലാത്ത ചാറ്റുകളാണിത്. അതിൻ്റെ ഒരു ചെറിയ ഭാഗങ്ങൾ മാത്രമാണ് പുറത്തു വന്നത്. നടന്ന സംഭാഷണത്തിലെ കുറച്ച് ഭാഗം മാത്രമാണ് പുറത്തു വന്നതെന്ന് അവർ പറയുന്നു. 2024 ജൂലൈയിലാണ് ഫെനി നൈനാനെ പരിചയപ്പെട്ടത്. 2025 നവംബർ വരെ ഫെനിയുമായി അടുത്ത സൗഹൃദമുണ്ടായിരുന്നു. 2024 മെയ് മാസത്തിൽ ഈ രാഹുലുമായുള്ള ബന്ധത്തിന് ശേഷം മിസ്കാരേജ് സംഭവിക്കുന്നുണ്ട്. അത് രാഹുൽ അങ്ങേയറ്റം സ്ട്രെസ്സും ട്രോമയും തന്നതിൻ്റെ ഫലമായിരുന്നു ഈ അബോർഷനായി പോയത് എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. മാനസികമായും ശാരീരികമായും ആകെ തളർച്ച നേരിട്ട സമയമായിരുന്നു. കുഞ്ഞിനെ നഷ്ടപ്പെടുന്നു, ജോലി നഷ്ടപ്പെടുന്നു, ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ സമയമായിരുന്നു ആ 2024 മെയ് മാസവും തുറന്നുള്ള സമയവും. അപ്പോഴാണ് ഫെനി ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെടുന്നത്. ചൂരൽമല ഫണ്ടിങ്, നമ്മൾ അന്ന് തന്നെ ഈ പെൺകുട്ടിയുടെ മൊഴിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ചൂരൽമല ഫണ്ടിങ്ങിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അതിൽ ഈ പെൺകുട്ടിയെ നിർബന്ധിച്ച് പങ്കെടുപ്പിക്കുകയും ഒക്കെ ചെയ്ത കാര്യം ഈ പെൺകുട്ടി ഓഡിയോ സന്ദേശത്തിലും പറയുന്നുണ്ട്. രാഹുൽ വിജയം പ്രഖ്യാപിക്കും, അതുകൊണ്ട് തന്നെ സമ്മർദ്ദം ചെലുത്തി സമ്മാനം നേടാം. അതായത് ആ മൊഴി പറഞ്ഞ അതേ കാര്യങ്ങൾ പെൺകുട്ടി ഇതിലും ആവർത്തിക്കുന്നു. തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന ബോണ്ട് രാഹുലിനോട് ആ സമയത്തുണ്ടായിരുന്നു. എന്തുകൊണ്ട് ഈ ഇങ്ങനെ ബലാത്സംഗം ചെയ്ത ശേഷം വീണ്ടും ഈ പെൺകുട്ടി രാഹുലിലേക്ക് പോകുന്നു എന്ന ചോദ്യത്തിനുള്ള മറുപടിയായി കൂടിയാണ് അവർ പറയുന്നത്. രാഹുൽ തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ എന്നൊരു ബോണ്ടിങ് രാഹുലുമായി ആ ഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ആ ട്രോമ കഴിഞ്ഞിരുന്ന തന്നെ ഫെനി മാനിപ്പുലേറ്റ് ചെയ്യുകയായിരുന്നുവെന്ന് യുവതി പരാതിയായി പറയുന്നു. കോടികളുടെ ബാധ്യത രാഹുലിനുണ്ടെന്നൊക്കെ ഫെനി നൈനാൻ പറഞ്ഞു. മാത്രമല്ല രാഹുൽ പാലക്കാട് മത്സരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ പോലും പണമില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പെൺകുട്ടിയെ 10,000 രൂപ വാങ്ങിയെടുത്തത്. ഈ കാര്യങ്ങളിലൊക്കെ രാഹുലിനെതിരെ 2025 ഓഗസ്റ്റ് ആകുമ്പോൾ രാഹുലിനെതിരെ വാർത്തകൾ വന്നു തുടങ്ങി. സ്ത്രീപീഡന കേസുകൾ, ബലാത്സംഗ പരാതികൾ വന്നു തുടങ്ങി. ഒരു വ്യക്തത വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ പെൺകുട്ടി തന്നെ വിവാഹം കഴിക്കാമെന്ന രാഹുലിൻ്റെ വാക്കിന് അപ്പോഴും വിശ്വസിച്ച പെൺകുട്ടിയാണ് ഇത്തരം കഥകളൊക്കെ കേൾക്കുന്നത്, ആരോപണങ്ങളൊക്കെ കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യക്തത വേണമെന്ന് പറഞ്ഞ് രാഹുലിനെ വിളിക്കുന്നു. രാഹുലിനെ കാണാൻ അടൂരിൽ ചെല്ലാനാണ് അയാൾ ആവശ്യപ്പെട്ടത്. എന്നാൽ പിന്നെ രാഹുൽ പതിയെ കൂടിക്കാഴ്ചയ്ക്ക് സമ്മതം നൽകാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു, വിസമ്മതിക്കുകയായിരുന്നു. കാണണമെങ്കിൽ ഫെനിയുമായി ബന്ധപ്പെടാൻ, തൻ്റെ ഉറ്റ അനുയായിയെ ബന്ധപ്പെടാൻ രാഹുൽ പെൺകുട്ടിയോട് പറയുന്നു. ഒരു സുഹൃത്തിനൊപ്പം കാണാൻ ചെല്ലുമെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞിരുന്നത്. രാഹുലിനോടും ആരെങ്കിലും കൂട്ടി എന്നെ കാണാൻ വരണം. എന്തുകൊണ്ട് ഫ്ലാറ്റിൽ വീണ്ടും പോയെന്ന ചോദ്യമാണ് ഫെനി ഞാനും രാഹുലിനെ പിന്തുണയ്ക്കുന്നവരൊക്കെ മുന്നോട്ട് വയ്ക്കുന്നത്. ബലാത്സംഗം ചെയ്ത ഒരാളെ കാണാൻ വീണ്ടും രഹസ്യമായി, അതും ഒരു അടച്ചിട്ട സംവിധാനത്തിൽ ഫ്ലാറ്റിലേക്ക് തന്നെ വരണമെന്ന് എന്തിനാവശ്യപ്പെട്ട് ചോദിക്കുമ്പോൾ പെൺകുട്ടി മറുപടി പറയുന്നതാണ്, ഞാൻ ഒറ്റയ്ക്കല്ല പോകാം എന്ന് പറഞ്ഞത്, എൻ്റെ കൂടെ ഒരാളുണ്ടാകും, എൻ്റെ ഒരു ആത്മസുഹൃത്തുണ്ടാകും, ഫെനി നൈനാനെങ്കിലും രാഹുലിന് വരണം, അല്ലെങ്കിൽ രാഹുലിൻ്റെ അമ്മയോ സഹോദരിയോ വരണമെന്നൊക്കെ തന്നെയാണ് പെൺകുട്ടി പറഞ്ഞതെന്ന് അവർ ഇപ്പോൾ അവകാശപ്പെടുന്നുണ്ട്. രാവിലെ മുതൽ രാത്രി വരെ തങ്ങളെ രാഹുലിൻ്റെ സ്റ്റാഫ് കള്ളം പറഞ്ഞ് പലയിടത്തും മുന്നറിയിപ്പില്ലാതെ പാലക്കാട് താൻ പോവുകയായിരുന്നു. പലയിടത്തും രാഹുലിൻ്റെ സ്റ്റാഫ് തങ്ങളെ കള്ളം പറഞ്ഞ് അവിടെ പോകുമ്പോൾ ഇവിടെ ഉണ്ടെന്ന് അങ്ങനെ സ്ഥലം മാറ്റി പറഞ്ഞ് പലയിടത്തായി ഓടിച്ചു. ഒരു ദിവസം മുഴുവൻ കഴിഞ്ഞിട്ടും രാഹുൽ കാണാൻ കൂട്ടാക്കിയില്ല. കൂടിക്കാഴ്ചയെ ബന്ധപ്പെട്ട സംഭാഷണ ഏതാനും ഭാഗങ്ങൾ മാത്രമാണ് പുറത്തു വന്നത്. ഒരു ക്ലോഷറിനായി വിശദമായി സംസാരിക്കാനാണ് 3-4 മണിക്കൂർ സമയം വേണമെന്ന് പറഞ്ഞത്. അതായത് 3 മണിക്കൂർ ഫെനി നൈനാൻ്റെ പോസ്റ്റ് പ്രകാരമായിരുന്നു 3 മണിക്കൂറോളം ബലാത്സംഗം ചെയ്തതാണ് അവരുടെ പരാതി. പിന്നീട് മറ്റൊരു 3 മണിക്കൂർ രാഹുലിനെ അടച്ചിട്ട മുറി സംസാരിക്കണമെന്ന് പറഞ്ഞു. അത് ഒരു പരിഹാസ രൂപയാണ് ഫെനി അത് പറഞ്ഞത്. അതിനുള്ള മറുപടിയാണ് ഒരു അടച്ചിട്ട മുറിയിൽ എന്ന് പറഞ്ഞത്. തനിക്ക് വിശദമായി സംസാരിക്കാനാണ്. രാഹുൽ ഈ വിഷയങ്ങളിൽ ഇടപെടാതെ തന്നെ ഒഴിഞ്ഞു മാറിപ്പോവുകയായിരുന്നു. അതുകൊണ്ടാണ് അടച്ചിട്ട മുറിയിൽ 3 മണിക്കൂർ സംസാരിക്കാൻ വേണമെന്ന് ആവശ്യപ്പെട്ടത്. ഫെനിയോട് സ്നേഹത്തോടെ പറയുന്നു, ഞാനിതൊന്നും കണ്ട് പേടിക്കില്ല. അതായത് പെൺകുട്ടിക്ക് വളരെ കൃത്യമാണ് രാഹുലിൻ്റെയും ഫെനി നൈനാൻ്റെയും ഒക്കെ രീതി. ഇരകളെ, അതിജീവിതകളെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുക, അവരുടെ ഐഡൻറ്റിറ്റി പുറത്ത് പറയുമെന്ന് ഭീഷണി മുഴക്കുക, അവരുടെ കുടുംബാംഗങ്ങളുടെ കല്യാണം മുടക്കുമെന്ന് പറഞ്ഞ് നേരത്തെ തന്നെ രാഹുൽ അത്തരമൊരു സമീപനം സ്വീകരിച്ചാണ്. ആ രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടവും ഒപ്പമുള്ളവരും പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊന്നുകൊണ്ടൊന്നും താൻ ഭയപ്പെടില്ല എന്നൊരു മറുപടി കൂടി പറഞ്ഞുകൊണ്ടാണ് പെൺകുട്ടിയുടെ ശബ്ദ സന്ദേശം അവസാനിക്കുന്നത്. സൈബർ പോലീസ് കേസെടുത്തത് എനിക്കൊരു പക്ഷേ ഈ പെൺകുട്ടിയുടെ ശബ്ദം കൂടി പുറത്തു വരുമ്പോൾ ഇതിൽ മാനിപ്പുലേഷൻ നടത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിലൊക്കെ സ്വാഭാവികമായ അന്വേഷണം സൈബർ പോലീസിൻ്റെ ഭാഗത്തുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനോടൊപ്പം ഈ രാഹുൽ മാങ്കൂട്ടത്തിലും ഏറെ നിർണായകമായൊരു ദിവസമാണ്. മുൻകൂർ ജാമ്യ ഹർജി പരിഗണനയ്ക്ക് വരുന്ന പശ്ചാത്തലമുണ്ട്. രാഹുലിൻ്റെ വാദം ഇത് പരസ്പര സമ്മതത്തോടെയാണ് എന്നുള്ളതാണ്. മുൻപ് 2 കേസുകളിൽ ഈ വാദം ഉന്നയിച്ചാണ് മുൻകൂർ ജാമ്യം നേടിയത്. ഇത്തവണ ഒരു ജാമ്യത്തിനായി ശ്രമിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ടോ രാഹുൽ ക്യാമ്പിന്? എന്താണ് മനസ്സിലാക്കേണ്ടത്? പ്രോസിക്യൂഷനും കാര്യങ്ങൾ കടുപ്പിക്കുന്നുണ്ടല്ലോ.
തീർച്ചയായിട്ടും രാഹുൽ ക്യാമ്പ് അത്തരമൊരു പ്രതീക്ഷ തന്നെയാകാം, ഒരുപക്ഷെ ജാമ്യം ലഭിക്കുമെന്ന പ്രതീക്ഷ തന്നെയാകാം അവർക്കുള്ളത്. അതുകൊണ്ടാണ് ഉഭയസമ്മത പ്രകാരമാണ്, വിവാഹിതയെന്ന് അറിയാതെയാണ് പെൺകുട്ടിയുമായി ബന്ധം സ്ഥാപിച്ചതെന്നൊക്കെയാണ് രാഹുൽ വ്യക്തമാക്കുന്നത്. ഏതായാലും ആ ഒരു പ്രതീക്ഷ തന്നെ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമുക്ക് ഇടതുമുന്നണിയുടെ കൺവീനർ ടി പി രാമകൃഷ്ണൻ ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണത്തിന് ഉള്ള ശ്രമം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ കേരള കോൺഗ്രസ് മുന്നണി വിടുമെന്ന ചർച്ചകൾ ഇപ്പോഴും സജീവമായി നിൽക്കുന്നുണ്ട്. എന്താണ് ഇടതുമുന്നണി ചർച്ച? അവരുടെ പാർട്ടി കാര്യമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലുള്ള കേരള കോൺഗ്രസിൻ്റെ ബന്ധം കേരള കോൺഗ്രസിൻ്റെ ചെയർമാൻ ജോസ് കെ മാണി വ്യക്തത വരുത്തി സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ പാർട്ടി കാര്യങ്ങൾ വേറെ ആരെങ്കിലല്ലോ തീരുമാനിക്കുന്നുണ്ട്. കേരള കോൺഗ്രസ് എടുക്കുന്ന പാർട്ടി എടുക്കുന്ന നിലപാട് കേരള കോൺഗ്രസ്സാണ് തീരുമാനം. ആ തീരുമാനം അവരെടുത്ത് പുറത്ത് പറഞ്ഞിട്ടുണ്ട്. സ്റ്റിയറിംഗ് കമ്മിറ്റി എന്നൊക്കെ പറയുന്നവരുടെ പാർട്ടി സംഘടനമാരും ഇവിടെ CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി യോഗം ചേരുന്നില്ല. അതുപോലെ മറ്റു പാർട്ടിയുടെ ഒരു ആഭ്യന്തരമായ ഒരു യോഗമാണത്. ഇത്രയും പ്രാധാന്യം അത് അവരോട് ചോദിക്കണം. അവർക്കറിയില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണ് കേരള കോൺഗ്രസ്. അതിൽ നിന്ന് വ്യത്യസ്തമായൊരു നിലപാട് അവരും എടുത്തിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല യോജിപ്പോടുകൂടി മുമ്പോട്ട് പോവുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒരു പ്രധാന പാർട്ടി എന്നുള്ള നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സഹായകരമായ നിലപാടാണ് ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊന്നും പ്രശ്നമില്ല. ഞങ്ങൾ ഈ വിഷയങ്ങളിൽ ഒരു പ്രശ്നം എടുക്കുന്നുണ്ട്. അത് നേരത്തെ തന്നെ ഞാൻ നിങ്ങളോട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടിത്തറ വിപുലപ്പെടുത്തുന്നതിനുള്ള ശ്രമത്തിലാണ് ദീർഘകാലമായി വർഷങ്ങളായതിനുള്ള ശ്രമത്തിലാണുള്ളത്. ആ ശ്രമം ഇപ്പോഴും തുടരുകയാണ്. അതുകൊണ്ട് വിസ്മയം അവരുടെ കാര്യമാണ്. അവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിസ്മയമൊന്നുമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയം കൈവരിക്കാനാണ് ശ്രമിക്കുന്നത്. അതിന് സഹായകരമായ എല്ലാ നിലപാടും ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാനായില്ല. അതെന്താണ് കാരണം എന്നുള്ളത് ജനങ്ങളുമായി സംവദിച്ചുകൊണ്ട് ജനങ്ങളെ പ്രതികരണം മനസ്സിലാക്കി നിലപാടെടുക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഞങ്ങൾ എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ ഞങ്ങളത് തിരുത്തി മുമ്പോട്ട് പോവുക എന്ന നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുവെ സ്വീകരിക്കുന്നത്. നിലവിലെ ഒരു സാഹചര്യത്തിൽ വിജയിക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണോ ഇപ്പോൾ നീക്കങ്ങളൊക്കെ നടത്തുന്നത്? തീർച്ചയായിട്ടും യു ഡി എഫിന് ഭയങ്കരമായ ആശങ്കയാണ്. അതുകൊണ്ട് ആരെ കിട്ടും, എങ്ങനെ കിട്ടും, ഏത് പാർട്ടീനെ സ്വാധീനിക്കാൻ കഴിയും എന്നൊക്കെയുള്ള ശ്രമത്തിലാണവർ. നേരത്തെയുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അടിത്തറ ഭദ്രമാണെങ്കിൽ അതിനുള്ളൊരു നീക്കം അവർ നടത്തേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങളുടെ നിലപാടെന്ന് പറഞ്ഞാൽ ജനകീയ അടിത്തറ വിപുലപ്പെടുത്തുക എന്നുള്ളതാണ്. ആ വിപുലപ്പെടുത്തുന്നതിന് സഹായകരമായ നിലപാട് ഞങ്ങൾ എല്ലാ സന്ദർഭങ്ങളിലും സ്വീകരിച്ചിട്ടുണ്ട്. ആ സമീപനം ഞങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ എത്ര കാലമായി കണ്ടുകൊണ്ടിരിക്കുന്നത്? അവർ സ്ത്രീ വിരുദ്ധ മനോഭാവം അവർ തുടർച്ചയായിട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുക. അതിന് സഹായകരമായ നിലപാട് രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിക്ക് ഇതുപോലെ അഡ്വാൻസ് ചെയ്തു പോകാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? അവരെ സഹായിക്കാനൊരു സംവിധാനം ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ എല്ലാവിധ പരിരക്ഷ രാഹുൽ മാങ്കൂട്ടത്തിന് എല്ലായ്പ്പോഴും ലഭിച്ചു വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഒളിവിൽ താമസിക്കാൻ കഴിഞ്ഞത്. എല്ലാ നടപടികളും അത് തന്നെയാണ് അവരിപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാലമായിട്ട് ഇപ്പോൾ VM സുധീരൻ പറഞ്ഞിട്ടുണ്ട് MLA സ്ഥാനം രാജിവെക്കണം. എന്ത് KPCC അധ്യക്ഷൻ പറയാത്തത്? കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാക്കന്മാരും മറ്റ് നേതാക്കന്മാരുണ്ടല്ലോ, അവരാരും രാഹുൽ മാങ്കൂട്ടൻ രാജിവെക്കണമെന്നൊരാവശ്യം ഇതുവരെ ഉന്നയിക്കുന്നില്ലല്ലോ. രാജിവെക്കുകയോ വെക്കാതിരിക്കുകയോ ചെയ്യട്ടെ. പക്ഷേ കോൺഗ്രസിൻ്റെ പ്രതിനിധി വന്ന ഒരാൾ കോൺഗ്രസിൻ്റെ നിലപാടിൽ നിന്ന് വിരുദ്ധമായി സമീപനം എടുക്കുന്നു എന്നാണല്ലോ അദ്ദേഹത്തിൻ്റെ പേര് നടപടിയെടുത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടാണ് MLA ആയത്. MLA പദവി രാജിവെക്കണമെന്ന് അവർ പറയുന്നില്ല. അപ്പോൾ അതാണ് ഉള്ള ഒരു സമീപനം. ഉണ്ട്. അത് നിയമപരമായി പരിശോധിക്കേണ്ട ഒരു വിഷയം. നിയമപരമായി പരിശോധിക്കേണ്ടുന്ന ഒരു വിഷയമാണത്. അത് പരിശോധിച്ച് ആവശ്യമായ നിലപാട് നമുക്ക് പറയാം. TP രാമകൃഷ്ണൻ LDF കൺവീനറാണ് മാധ്യമങ്ങളെ കണ്ടത്.
നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കായി CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി യോഗമാണ് ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്നത്. പിണറായി വിജയൻ ആയിരിക്കുമോ LDF-നെ വരും തെരഞ്ഞെടുപ്പിൽ നയിക്കുക എന്ന കാര്യം, ഒപ്പം ചില ടേമുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമുണ്ടാകും. അരുണ്, എന്ത് പ്രതീക്ഷിക്കണം? ഒരു വ്യക്തമായ പ്ലാൻ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്ന് ഉരുത്തിരിയുമോ? നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം ആഴ്ചകൾക്കപ്പുറം വരാനിരിക്കുന്നു. അതിൽ കേരളവും തമിഴ്നാടും ബംഗാളും ആസാം പുതുച്ചേരിയും ഈ 5 സംസ്ഥാനങ്ങളിൽ CPM-ന് പ്രതീക്ഷയുള്ള സംസ്ഥാനം കേരളം മാത്രമാണ്. ബംഗാളിൽ തിരിച്ചു വരാനുള്ള ശ്രമത്തിലൊക്കെയാണ് പാർട്ടി. എങ്കിൽ പോലും അവിടെ അത്രത്തോളം ശുഭകരമായ സാഹചര്യമല്ല CPM-നും ഇടതുപക്ഷത്തിനുമുള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ മാത്രമാണ് ഇപ്പോൾ ഭരണമുള്ളത്. 70-കൾ തൊട്ട് ഇങ്ങോട്ട് നോക്കിയാൽ CPM ഒരു സംസ്ഥാനത്തെങ്കിലും ഭരണമില്ലാത്ത കാലം ഉണ്ടായിട്ടില്ല. അത്തരമൊരു സാഹചര്യത്തിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു കരുതലാണ് CPM-ന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത്. കേന്ദ്ര കമ്മിറ്റിയിലും അതുമായി ബന്ധപ്പെട്ട നിർണായകമായ ചർച്ചകൾ നടന്നേക്കും. ഈ കേരളത്തിലെങ്കിലും ഭരണം ഉറപ്പിക്കാനുള്ള ശ്രമങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ 5 സംസ്ഥാനങ്ങളിൽ തമിഴ്നാട്ടിൽ ഇപ്പോൾ DMK-യുമായി ചേർന്ന സഖ്യമുണ്ട്. അത്തരം സ്ഥലങ്ങളിൽ അത് തുടരണം. ബംഗാളിൽ പരമാവധി ശക്തിയിലേക്ക് തിരിച്ചു വരണം എന്ന ഒരു പ്രതീക്ഷയുമുണ്ട്. അപ്പോൾ തന്നെ കേരളത്തിൽ ഭരണം നിലനിർത്താനുള്ള എല്ലാ ശ്രമങ്ങളും CPM-ന്റെ ഭാഗത്തുണ്ടാകും. കേന്ദ്ര കമ്മിറ്റി യോഗങ്ങളിലും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കും. നേരത്തെ സംസ്ഥാനത്ത് CPM-ന്റെ 2 ടേം വ്യവസ്ഥ കേന്ദ്ര കമ്മിറ്റിയുടെ അനുമതിയോടുകൂടിയാണ് സംസ്ഥാന നേതൃത്വം നടപ്പാക്കിയത്. തുടർച്ചയായി 2 തവണ മത്സരിച്ചവർ മാറി നിൽക്കണമെന്ന് തീരുമാനം. അതിൽ മാറ്റം വരണമെങ്കിലും കേന്ദ്ര കമ്മിറ്റിയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ അനുമതി വേണം. ഇന്ന് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാകുമെന്ന കാര്യം വ്യക്തതയില്ല. ഏതായാലും അത്തരം ചർച്ചകൾ വേണ്ടിവരും. CPM-ന്റെ പൊളിറ്റ് ബ്യൂറോ അംഗമാണ് സംസ്ഥാനത്തെ മുഖ്യമന്ത്രി വീണ്ടും മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അത്തരം കാര്യങ്ങളിൽ ആര് കേരളത്തിൽ മുന്നണിയെ നയിക്കുമെന്ന കാര്യത്തിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം വരേണ്ടതുണ്ട്. ഒരുപക്ഷെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നേക്കാം. പിണറായി വിജയൻ തന്നെ നായകനാകുമെന്ന CPM-ന്റെ ജനറൽ സെക്രട്ടറിയും അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ പല ഘട്ടങ്ങളിൽ വ്യക്തമാക്കിയതാണ്. പക്ഷേ കേന്ദ്ര നേതൃത്വത്തിന്റെ അനുമതി അക്കാര്യത്തിൽ ഔദ്യോഗികമായി വേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് ചർച്ച പോകും. മറ്റ് വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ രൂപമാറ്റവും അത് ഇല്ലാതാക്കാനുള്ള ശ്രമമെന്ന ആരോപണമുണ്ട്. SIR-മായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെ കേന്ദ്ര കമ്മിറ്റിയുടെ സമരപരിപാടികളും പ്രക്ഷോഭ പരിപാടികളും ഒക്കെ തീരുമാനമാകും. ഏറ്റവും പ്രധാനം കേരളം ഉൾപ്പെടുന്ന അതിൽ തന്നെ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ഭരണം നിലനിർത്താം, അതിനുവേണ്ട നടപടികൾ എന്തൊക്കെയെന്ന കാര്യത്തിലാകും പ്രധാനമായും കേന്ദ്ര കമ്മിറ്റിയും ചർച്ചകൾ വരിക. അത്തരം കാര്യങ്ങളും ചർച്ച ചെയ്തു പോകും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സംസ്ഥാന അംഗീകരിച്ച റിപ്പോർട്ടുണ്ട് സംസ്ഥാന കമ്മിറ്റി. അതിനുശേഷം അത്തരം കാര്യങ്ങൾ കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. സ്വാഭാവികമായും തദ്ദേശ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ ഒരു അവലോകന റിപ്പോർട്ടിൻ്റെ ഒരു റിപ്പോർട്ടിംഗ് കൂടി സ്വാഭാവികമായി കമ്മിറ്റിയിൽ ഉണ്ടാകും. 3 ദിവസമാണ് തിരുവനന്തപുരത്ത് വെളപ്പിൽശാലി. സാധാരണ ഡൽഹിയിൽ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി പാർട്ടി ആസ്ഥാനത്താണ് കേന്ദ്ര കമ്മിറ്റി യോഗങ്ങൾ ചേരാറുള്ളത്. പക്ഷേ ഇത്തവണ ഡൽഹിയിലെ ശൈത്യവും മറ്റും പരിഗണിച്ചുകൊണ്ട് തലസ്ഥാനത്തേക്ക് തിരുവനന്തപുരത്തേക്ക് സംസ്ഥാന തലസ്ഥാനത്തേക്ക് കേന്ദ്ര കമ്മിറ്റി മാറ്റുകയായിരുന്നു. മുഖ്യമന്ത്രി അടക്കമുള്ളവർ പാർട്ടി ജനറൽ സെക്രട്ടറി അടക്കമുള്ളവർ വൈകാതെ ഇവിടേക്ക് എത്തിച്ചേരും. ഇന്ന് മുതൽ 3 ദിവസം നീളുന്ന കേന്ദ്ര കമ്മിറ്റി യോഗമാണ്, നിർണായകമായ കേന്ദ്ര കമ്മിറ്റി യോഗമാണ് വെളുപ്പിൽശാല EMS അക്കാദമി അല്പസമയത്തിനകം ആരംഭിക്കാൻ പോകുന്നത്. രഞ്ജിത്ത്, VV അരുൺ വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ഇതിനൊപ്പം മറ്റ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് സാഹചര്യങ്ങളും സഖ്യനീക്കവുമൊക്കെ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റിയിൽ വിലയിരുത്തലുണ്ടാകുന്നുണ്ട്. നിർണായകമായ യോഗമാണ്. കാരണം നമുക്കറിയാം BJP-യും കോൺഗ്രസും ഒക്കെ കാലേകൂട്ടിയ ഒരുക്കങ്ങൾ തുടങ്ങിയ പശ്ചാത്തലത്തിലാണ് ഇടതുമുന്നണി ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ഇത്തരമൊരു ഒരുക്കത്തിലേക്ക് കടക്കുന്നത്. മുന്നണി മാറ്റ അഭ്യൂഹങ്ങൾക്കിടെ കേരള കോൺഗ്രസ് M-ന്റെ നിർണായക സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഇന്ന് നടക്കും. UDF പ്രവേശനം സംബന്ധിച്ച ഊഹാപോഹങ്ങൾ ഔദ്യോഗികമായി തള്ളി LDF-ൽ ഉറച്ചു നിൽക്കാനുള്ള തീരുമാനമെടുത്ത് യോഗം പിരിയാനാണ് സാധ്യത. ഒപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വന്തം തട്ടകത്തിൽ ഉൾപ്പെടെ മധ്യ കേരളത്തിലാകെ പാർട്ടിക്കേറ്റ കനത്ത തിരിച്ചടിയുടെ വിശദാംശങ്ങളിലേക്ക് കൂടി യോഗം കടന്നേക്കും. രാവിലെ 11 മുതൽ വൈകിട്ട് 4 വരെ കോട്ടയത്താണ് യോഗം. ഇതിനിടെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കാൻ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ സ്പെഷ്യൽ കൺവെൻഷനും ഇന്ന് കോട്ടയത്തുണ്ട്. ശ്രീത്ത് വിവരങ്ങൾ പങ്കുവെക്കും. ശ്രീത്ത്, ജോസ് കെ മാണി അസന്നിഗ്ധമായി വ്യക്തമാക്കിയ പശ്ചാത്തലമുണ്ട് LDF വിടില്ല എന്നുള്ളത്. അത്തരമൊരു തീരുമാനം ഏകണ്ഠമായി എടുത്ത് പിരിയാനാണോ സാധ്യത, അതോ മറ്റെന്തെങ്കിലും ചർച്ചകൾക്ക് സാധ്യതയുണ്ടോ? രഞ്ജിത്ത, ചർച്ചകൾക്കുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം UDF-ലേക്ക് പോകണം എന്ന അഭിപ്രായമുള്ള പല നേതാക്കളുമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ വിലയിരുത്തലാണ് പ്രധാന അജണ്ട. സ്വാഭാവികമായും നേതാക്കൾ സംസാരിക്കുമ്പോൾ ഈ വിഷയം കൂടി പറയാനുള്ള സാധ്യത, സംസ്ഥാനത്തെ രാഷ്ട്രീയ മാറ്റം, സഭകളുടെ നിലപാടുൾപ്പെടെ ചൂണ്ടിക്കാട്ടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ ഒരു അന്തിമ തീരുമാനമായി വരാൻ സാധ്യത നിലവിൽ LDF എന്നത് തന്നെയായിരിക്കും. പക്ഷേ സമാനമായ നേതാക്കൾക്കടക്കം UDF-ലേക്ക്
പോകണമെന്ന അഭിപ്രായമുള്ള നിരവധി നേതാക്കളുണ്ട്. അതൊരു വലിയ ഭൂരിപക്ഷമായി മാറുമോ എന്നുള്ളത് മാത്രമാണ് അറിയാനുള്ളത്. ഏതാണ്ട് 85ഓളം ആളുകളാണ് സ്റ്റിയറിംഗ് കമ്മിറ്റിയിലുള്ളത്. അതിലൊരു 60 പേരെങ്കിലും സാധാരണഗതിയിൽ പങ്കെടുക്കാറുണ്ട്. അവർ ഒരുപക്ഷെ അവരിൽ ഭൂരിഭാഗം UDF എന്ന നിലപാടെടുക്കുമോ എന്നുള്ളത് പ്രധാനമാണ്. അത് ജോസ് കെ മാണി അലട്ടുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ സാഹചര്യമാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അതായത് റോഷി അഗസ്റ്റിനും ഇപ്പുറത്ത് പ്രമോദ് നാരായണനും ഡോക്ടർ N ജയരാജും ഒക്കെ വിഭിന്ന അഭിപ്രായവുമായി നിൽക്കുമ്പോൾ പാർട്ടി പിളർപ്പിലേക്ക് പോകാനുള്ള ഒരു സാധ്യത അവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയൊരു ഭൂരിപക്ഷത്തെ കൊണ്ട് UDF എന്ന അഭിപ്രായം പറയിപ്പിക്കുക എന്നുള്ളത് ജോസ് കെ മാണിയെ സംബന്ധിച്ച് അതൊരു വെല്ലുവിളി ഉണ്ടാക്കുന്ന സാഹചര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കാര്യമായ ചർച്ചകളിലേക്ക് പോകാതിരിക്കാനുള്ള തന്ത്രങ്ങൾ തന്നെ ഒരുപക്ഷെ ആമുഖമായി ജോസ് കെ മാണി ഇതിൽ പറഞ്ഞേക്കും. ഒരുപക്ഷെ LDFനൊപ്പം തുടർന്നേക്കാമെന്ന നിലപാട് ആദ്യം തന്നെ പറയാനാണ് സാധ്യത. നേരത്തെ ഈ സ്റ്റിയറിംഗ് കമ്മിറ്റി അടിയന്തര സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം കൂടാൻ തീരുമാനിക്കുമ്പോൾ മറ്റൊരു തന്ത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഈ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലടക്കം നേതാക്കളുടെ അഭിപ്രായം അത് പ്രത്യേകിച്ച് UDF അനുകൂല നിലപാട് ഉണ്ടാക്കിയെടുത്ത് മുന്നണി വിടുക എന്ന തന്ത്രമായിരുന്നു. അതിനിടെയാണ് റോഷി അഗസ്റ്റിനും ഒപ്പം തന്നെ പ്രമോദ് നാരായണനും N ജയരാജും എല്ലാം മറ്റൊരു നിലപാടിലേക്ക് പോയത്. അതായത് ഭൂരിപക്ഷം MLA-മാർ മറ്റൊരു നിലപാടിലേക്ക് പോകുമ്പോൾ ജോസ് കെ മാണിയെ സംബന്ധിച്ച് അതൊരു ജോസ് കെ മാണി അല്ലെങ്കിൽ ഒപ്പമുള്ള ഈ പാർട്ടി ആകെ സംബന്ധിച്ച് അതൊരു പ്രതിസന്ധിയിലാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി. എന്തായാലും ഇന്നത്തെ കമ്മിറ്റി അതുകൊണ്ട് തന്നെ നിർണായകമാണ്. ഈ അംഗങ്ങൾ കൂടുതൽ പേർ അത്തരം അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ്. എന്തായാലും ഇതിന് തൊട്ട് മുൻപ് മിനിയാന്ന ജോസ് കെ മാണി മാധ്യമങ്ങളെ കണ്ടപ്പോൾ LDF എന്ന നിലപാട് ഏതാണ്ട് സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. എന്തായാലും അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ അത്തരം ചർച്ചകൾക്കാണ് സാധ്യത. ജോസഫ് ഗ്രൂപ്പും രാഷ്ട്രീയ നിലപാട് ഇന്ന് ഫലത്തിൽ വ്യക്തമാക്കും. അതായത് സ്പെഷ്യൽ കൺവെൻഷനാണ്, തദ്ദേശ സ്ഥാപനങ്ങളിൽ വിജയിച്ചവർക്കുള്ള അനുമോദനം കൂടിയാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഈ മുന്നണി മാറ്റ രാഷ്ട്രീയ വിവാദം കത്തി നിൽക്കുമ്പോൾ അതിലെന്താണ് ജോസഫ് ഗ്രൂപ്പിന് ഇനി പറയാനുള്ളത്? കാരണം ഈ ചർച്ചകളിൽ ഉണ്ടായിരുന്ന 15 സീറ്റിൽ 6 സീറ്റ് മാത്രമേ ഇപ്പോഴത്തെ ജോസഫ് ഗ്രൂപ്പ് അംഗങ്ങൾക്ക് ഉണ്ടാകുകയുള്ളൂ എന്നൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു പ്രധാന പ്രശ്നമായി ജോസഫ് ഗ്രൂപ്പിനെ അലട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട 2 യോഗങ്ങൾക്ക് ഇന്ന് കോട്ടയം സാക്ഷ്യം വഹിക്കുന്നു. അതിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസിന്റെ യോഗം തന്നെയാണ്. LDF വിടാൻ സഭാ സമ്മർദ്ദമുണ്ടായെന്ന വാർത്തകൾ നിഷേധിച്ച് ഇറാനി MLA പ്രമോദ് നാരായണൻ അത്തരം പരാമർശം താൻ നടത്തിയിട്ടില്ല. സഭകളെ കൂടി വലിച്ചിഴച്ച് നടത്തുന്ന പ്രചാരണങ്ങൾക്ക് പിന്നിൽ ദുഷ്ടലാക്കാണെന്നും പ്രമോദ് നാരായണൻ പ്രതികരിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ജയിലിൽ കഴിയുന്ന തന്ത്രി കണ്ഠര രാജീവരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട SIT ഇന്ന് അപേക്ഷ നൽകും. കൊല്ലം വിജിലൻസ് കോടതിയിലാണ് അപേക്ഷ നൽകുക. കട്ടിളപ്പാളി കടത്തിയ കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന തന്ത്രിയെ ദ്വാരപാലക ശില്പപാളി കേസിലും അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. സ്വർണം ചെമ്പാക്കിയ വ്യാജ മഹസറിൽ തന്ത്രി ഒപ്പിട്ട് ഗൂഢാലോചനയിൽ പങ്കാളിയായെന്നാണ് SIT കോടതി അറിയിച്ചത്. അതേസമയം ശബരിമലയിൽ കൊടിമരം മാറ്റി സ്ഥാപിച്ചതും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിധിയിലാണ്. ഇടവേള. പാലക്കാട് 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ ചികിത്സാ പിഴവ് സംബന്ധിച്ച് ആശുപത്രി അധികൃതർ അന്വേഷണത്തിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് കുട്ടിയുടെ കുടുംബത്തിന് നൽകിയ നോട്ടീസിലാണ് പിഴവ് സമ്മതിക്കുന്നത്. സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘം കുട്ടിയുടെ കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തി. കഴിഞ്ഞ സെപ്റ്റംബർ 24-നാണ് കളിക്കുന്നതിനിടെ വീണ് കുട്ടിയുടെ വലതു കൈക്ക് പരിക്കേറ്റത്. ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. അവിടെ വെച്ച് കൈക്ക് പ്ലാസ്റ്റർ ഇട്ട് വിട്ടെങ്കിലും പിന്നീട് കൈയുടെ നിറം മാറുകയും അസഹനീയമായ വേദന അനുഭവപ്പെടുകയും ചെയ്തു. തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചപ്പോഴാണ് അണുബാധ രൂക്ഷമായെന്നും കൈ മുറിച്ചു മാറ്റണമെന്നും ഡോക്ടർമാർ നിർദ്ദേശിച്ചത്. ജില്ലാ ആശുപത്രിയിൽ വെച്ച് മതിയായ പരിശോധനകളോ ചികിത്സയോ നൽകാത്തതാണ് ഈ അവസ്ഥയ്ക്ക് കാരണമായതെന്ന് കുടുംബം പോലീസിൽ പരാതി നൽകി. എന്നാൽ ആശുപത്രിക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നായിരുന്നു അധികൃതരുടെ വാദം. സംഭവത്തിൽ തുടർ നടപടികളും ഉണ്ടായില്ല. ഇതോടെ ആരോപണം ശക്തമാക്കി കുടുംബം വീണ്ടും രംഗത്തെത്തി. പിന്നാലെയാണ് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം നിയോഗിച്ച വിദഗ്ധ സംഘം അന്വേഷണം നടത്തുന്നത്. അന്വേഷണത്തിന് ഹാജരാവണമെന്നാവശ്യപ്പെട്ട് കുട്ടിയുടെ കുടുംബത്തിന് വിദഗ്ധ സംഘം നൽകിയ നോട്ടീസിലാണ് ആശുപത്രി അധികൃതർ ചികിത്സാ പിഴവ് സമ്മതിക്കുന്നത്. അന്വേഷണത്തിലൂടെ നീതി കിട്ടണമെന്ന് കുട്ടിയുടെ അമ്മ പ്രസീത പറഞ്ഞു. പാലക്കാട് നടന്നത് എല്ലാ സംഭവങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എഴുതി കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല രീതിയിൽ നമുക്ക് റിപ്പോർട്ട് കിട്ടണമെന്നാണ് ഞങ്ങൾ കൊടുത്തത്. എനിക്ക് ഭയങ്കര പേടിയുണ്ട്. കാരണം എന്താ പറഞ്ഞാൽ കിട്ടുമെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല സാർ. ഞങ്ങളുടെ കൂടെ ആരുമില്ല. നല്ല നീതി കിട്ടുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. സത്യമായിട്ട് എനിക്ക് വളരെ പേടിയുണ്ട്. കാരണം എന്താ പറഞ്ഞാൽ ഞങ്ങൾക്ക് ആരുമില്ല, സഹായിക്കാൻ ആരുമില്ല. അവരൊക്കെ വലിയ ഉദ്യോഗസ്ഥന്മാരാണ്. പല്ലശ്ശന സ്വദേശി വിനോദിന്റെ മകൾ വിനോദിനിക്കാണ് കൈ നഷ്ടമായത്.
കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റിയതിന് പിന്നാലെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ കുട്ടിയെ ചികിത്സിച്ച 2 ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. ന്യൂസ് 18 പാലക്കാട്. പാലക്കാട് മംഗലം ഡാമിൽ അയൽവാസിയുടെ വെട്ടേറ്റ് കുടുംബനാഥൻ മരിച്ചു. തളികക്കല്ല് ഉന്നതിയിലെ രാജാമണിയാണ് അയൽവാസിയായ രാഹുലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. വ്യാഴാഴ്ച രാത്രി 9 മണിയോടെയാണ് ആക്രമണം ഉണ്ടായത്. വീടിന് സമീപത്ത് വെച്ച് കൊടുവാൾ കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. രാജാമണിയുടെ മകളും രാഹുലും തമ്മിലുള്ള ബന്ധം ചോദ്യം ചെയ്തതാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പ്രതിയെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു അറസ്റ്റ്. കാസർഗോഡ് കുമ്പള അരീക്കോടിയിലെ ടോൾ പിരിവിൽ ഭാവി പ്രതിഷേധ പരിപാടികൾക്ക് രൂപം നൽകാനായി ഇന്ന് നിർണായക യോഗം. ടോൾ ബൂത്തിനരികിൽ സ്ഥാപിച്ച സത്യഗ്രഹ പന്തൽ ഉൾപ്പെടെ പൊളിച്ചു നീക്കേണ്ടി വന്ന സാഹചര്യത്തിൽ ടോൾ പിരിവിനെതിരെ തുടർ പ്രക്ഷോഭ പരിപാടികൾക്ക് ഇന്നത്തെ യോഗത്തിൽ രൂപം നൽകും. ഇതിനിടയിൽ ടോളിനെതിരായ കേസ് ഹൈക്കോടതി ഇന്നലെ പരിഗണിച്ചതായി അഭിഭാഷകർ അറിയിച്ചു. സർവീസ് റോഡ് ഇല്ലാതെ എന്തിന് ടോൾ പിരിക്കുന്നുവെന്ന് കോടതി ആരാഞ്ഞതായി അഭിഭാഷകർ സമരസമിതി അറിയിച്ചിട്ടുണ്ട്. കേസ് അടുത്ത ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും. കെ വി ബൈജു വിവരങ്ങളുമായി ചേരാണ്. ബൈജു, അവിടെ വലിയ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മിക്ക രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണ ഈ സമരത്തിലുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും രഞ്ജിത്തെ, എല്ലാ പാർട്ടികളും ഈ ഒരു പ്രതിഷേധത്തിൽ ഭാഗമാണ്. ഇപ്പോൾ BJP കൂടി ഈ പ്രതിഷേധത്തിൽ ഭാഗമാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. BJP ഈ കാര്യത്തിൽ ഒരു പ്രതികരണമായി രംഗത്തെത്തിയിരിക്കുന്നു. BJP പറയുന്നത് ദേശീയപാത അതോറിറ്റി, അതായത് ഈ ഗതാഗത മന്ത്രിയുമായി ഇത് സംബന്ധിച്ച് ചർച്ച നടത്തും എന്ന രീതിയിൽ കാര്യങ്ങൾ വരുന്നു. ടോൾ പിരിവ് നിർത്താൻ അവസാനിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ BJP പറഞ്ഞിരിക്കുന്നത്. ഇതിനിടയിൽ വളരെ നിർണായകമായ ഒരു യോഗം ഇന്ന് ചേരുന്നുണ്ട്. 12 മണിയോടുകൂടിയാണ് ഈ യോഗം ചേരുന്നത്. ഇതിൽ ഇനി തുടർ പ്രക്ഷോഭ പരിപാടികൾ എങ്ങനെ വേണം എന്നത് സംബന്ധിച്ച ആലോചന ഉണ്ടാകും. ഏതായാലും ഇന്നലെ ഈ വിഷയം ഹൈക്കോടതിയിൽ വന്നിരുന്നു. ഹൈക്കോടതി പ്രധാനമായും ചോദിച്ചത് എന്തിനാണ് സർവീസ് റോഡില്ലാതെ ടോൾ പിരിക്കുന്നതെന്ന് വളരെ നിർണായകമായ ഒരു ചോദ്യം ദേശീയപാത അതോറിറ്റിയുടെ അഭിഭാഷകരോട് ചോദിച്ചിരുന്നു. ഈ കേസിന് ബുധനാഴ്ചയാണ് പരിഗണിക്കുക. ഇത് ഈ സമരസമിതിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഹൈക്കോടതി ഇടപെട്ട് ഈ ടോൾ പിരിവ് അവസാനിപ്പിക്കുമെന്ന ഒരു പ്രതീക്ഷയും അവർ പങ്കുവെക്കുന്നു. അപ്പോഴും ഈ പ്രതിഷേധം അത്ര വരെ വലിയ തോതിൽ കൊണ്ടുപോകാൻ തന്നെയാണ് ഇപ്പോൾ ഈ സമരസമിതി തീരുമാനിച്ചുള്ളത്. നമുക്കറിയാം, ഇന്നലെ AKM അഷ്റഫ് MLA ഉൾപ്പെടെയുള്ള സമരസമിതി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നടപടി ഉണ്ടായി. അതോടൊപ്പം ടോൾ പിരിവിന് ഗേറ്റിന് സമീപം സ്ഥാപിച്ച ഈ സമരപന്തൽ അത് സമരക്കാരെ കൊണ്ട് തന്നെ പൊളിച്ചു മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു പ്രതിഷേധം വലിയ അക്രമാസക്തമായി ടോൾ ഗേറ്റിലെ ക്യാമറകൾ തകർക്കുന്നു, അവിടെ ഉണ്ടായിരുന്ന ഉപകരണങ്ങൾ തകർക്കുന്നു. അങ്ങനെ ഒരു ഘട്ടം വന്ന സാഹചര്യത്തിൽ പോലീസ് ഇടപെട്ടാണ് ഈ സമരം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. പിന്നീട് AKM അഷ്റഫ് MLA ഉൾപ്പെടെ ഇന്നലെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. ഏതായാലും 500ഓളം പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അതോടൊപ്പം ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ടോൾ പ്ലാസ അധികൃതരുടെ പരാതിയിൽ 25ഓളം പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അങ്ങനെ നിയമ നടപടി ഒരു ഭാഗത്ത് പോകുമ്പോഴും പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് ഈ സമരസമിതിയുടെ തീരുമാനം. ദേശീയപാത അതോറിറ്റിയുടെ അവരുടെ നിലപാട്, അത് തീരുമാനം വളരെ നിർണായകമായിരിക്കും. ഒരു പക്ഷേ ഈ ടോൾ അവസാനിപ്പിക്കുന്നതിനേക്കുള്ള കാര്യങ്ങൾ പോയേക്കാം. ഏതായാലും താൽക്കാലിക ടോളാണ്. 20 കിലോമീറ്റർ തൊട്ടരികിൽ അടുത്ത ടോൾ വരുന്നുണ്ട്. അങ്ങനെ നിയമം ലംഘിച്ചുകൊണ്ടുള്ള ഒരു ടോളാണ്. ആ ഒരു ടോൾ പിരിവ് അവസാനിപ്പിക്കണമെന്ന ആവശ്യം തന്നെയാണ് വലിയ തോതിൽ ഉയരുന്നത്. അത് കാസർഗോഡും മഞ്ചേശ്വരം 2 മണ്ഡലത്തിലുള്ളവരെ വലിയ തോതിൽ ബാധിക്കുന്നു. തെരഞ്ഞെടുപ്പ് തൊട്ടരികിൽ എത്തി നിൽക്കെ BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിരോധത്തിലായ ഒരു വിഷയം കൂടിയാണിത്. വികസനം ഉയർത്തിക്കാട്ടി തെരഞ്ഞെടുപ്പിനൊരുങ്ങുമ്പോൾ വലിയ തിരിച്ചടിയാണ് BJPക്ക് ഉണ്ടായത്. അത്രത്തോളം ജനവികാരം ഇതിന് എതിരാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇന്നത്തെ ഈ ഒരു സമരസമിതിയുടെ യോഗം നിർണായകമാണ്. ഇനി ഏത് രീതിയിലാണ് ഇവർ ഈ തുടർ സമരങ്ങൾ കൊണ്ടുപോകുന്നതിനെ സംബന്ധിച്ച ഒരു തീരുമാനം ഇന്നുണ്ടാകും. ഉച്ചയോടുകൂടി ഇവരുടെ വാർത്താ സമ്മേളനവും ഉണ്ടാകും. രഞ്ജിത്ത്. ശരി, ബൈജുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നിള മാഘമഹോത്സവത്തിന് തിരുനാവായിൽ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക്. മഹോത്സവത്തിനായി മണപ്പുറത്തെയും പുഴയിലെയും താൽക്കാലിക നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മലപ്പുറം ജില്ലാ കളക്ടർ ഇന്നലെയാണ് മാർഗനിർദ്ദേശം നൽകിയത്. നേരത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അധികൃതർ തടഞ്ഞത് വിവാദമായിരുന്നു. മറ്റന്നാൾ മുതലാണ് നിള മാഘമഹോത്സവം. അനുമോദ്, ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമായി എന്ന് കരുതുന്നു. ഇന്നലെ ഈ സംഘാടകർക്ക് ഒരു ആശ്വാസ ദിവസമായിരുന്നു. കാരണം കളക്ടറുടെ അനുമതി ലഭിച്ച പശ്ചാത്തലമൊക്കെയുണ്ട്. ഇപ്പോൾ എന്തൊക്കെയാണ് അവിടുത്തെ ചടങ്ങുകൾ? ആരൊക്കെ പങ്കെടുക്കും? എന്താണ് നമ്മളിലൊക്കെ വലിയ കുംഭമേളകൾ കണ്ട ആളുകളാണ്. ഇതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്?
രഞ്ജിത്ത്, മാഘമഹോത്സവത്തിൻ്റെ ചടങ്ങുകൾക്ക് ഇന്ന് തുടക്കമാകും. ഇന്ന് വൈദിക പിതൃവന്ദന കർമ്മങ്ങളും ശ്രാദ്ധ കർമ്മങ്ങളും ഒക്കെയാണ് തുടങ്ങുക. വൈദിക ശ്രാദ്ധ കർമ്മങ്ങൾക്ക് നാളെയാണ് ഉണ്ടാവുക. ഇന്ന് അതിന് മുൻപായിട്ടുള്ള പിതൃകർമ്മ ദേവതാ വന്ദന ചടങ്ങുകൾക്കാണ് തുടക്കമായിട്ടുള്ളത്. ശരിക്ക് യഥാർത്ഥത്തിൽ 18-ാം തീയതി മുതലാണ് ഇതിൻ്റെ ഒരു തുടക്കം എന്ന് പറയാം. അന്നേ ദിവസം ആണ് ഇതിൻ്റെ ഈ പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെ തന്നെ ആരംഭിക്കുക. ഇതിലേറ്റവും പ്രധാനമായിട്ട് കഴിഞ്ഞ ദിവസം ജില്ലാ ഭരണകൂടം ഇവർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകി എന്നുള്ളതാണ്. നേരത്തെ ഈ ഒരു താൽക്കാലിക നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുവാദം വാങ്ങിയിട്ടില്ലെന്ന് ആരോപിച്ച് അല്ലെങ്കിൽ അങ്ങനെ ചൂണ്ടിക്കാണിച്ച് ജില്ലാ ഭരണകൂടം എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. വലിയ പ്രതിഷേധം ഇതിനെതിരെ ഉയരുകയും തുടർന്ന് ജില്ലാ കളക്ടറും പോലീസ് മേധാവിയൊക്കെ സ്ഥലം സന്ദർശിക്കുകയും അതേ തുടർന്ന് 21 മാർഗനിർദ്ദേശങ്ങൾ സംഘാടക സമിതിക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് സുരക്ഷ ഉറപ്പാക്കണം. താൽക്കാലിക പാലത്തിൻ്റെ ബലം അത് പരിശോധിക്കേണ്ടതാണ്. എത്ര പേർക്ക് ഒരു സമയം കടന്നു പോകാമെന്ന് സുരക്ഷാ ഏജൻസിയെ കൊണ്ട് പരിശോധിപ്പിക്കണം. പ്രാഥമികമായിട്ടുള്ള സൗകര്യങ്ങൾ അവിടെ ഒരുക്കേണ്ടതുണ്ട്. അതുപോലെ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. തുടങ്ങി എല്ലാവിധ മുന്നൊരുക്കങ്ങളുടെയും ഉത്തരവാദിത്വം, എന്തെങ്കിലും വീഴ്ച വന്നാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം സംഘാടക സമിതിക്കായിരിക്കും എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മാർഗനിർദ്ദേശങ്ങൾ ജില്ലാ ഭരണകൂടം ഇന്നലെ പുറത്ത് ഇറക്കിയിരിക്കുന്നത്. 21 മാർഗനിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അവിടെ തുടർ നടപടികൾക്ക് വീണ്ടും തുടക്കമായിരിക്കുന്നത്. ഏറ്റവും പ്രധാനം താൽക്കാലിക പാലം നിർമ്മിച്ച് മണൽത്തിട്ടയിലേക്കുള്ള വഴിയൊരുക്കുക എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം 19-ാം തീയതി കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ തിരുനാവായിൽ എത്തുമെന്ന വിവരവുമാണ് ലഭിച്ചിരിക്കുന്നത്. ധർമ്മ ധ്വജാരോഹണ ചടങ്ങ് 11 മണിക്കാണ്. അന്ന് ജനുവരി 19 11 മണിക്കാണ് നിശ്ചയിച്ചിരിക്കുന്നത്. തുടർന്ന് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് രഥഘോഷയാത്രകൾ കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന് 4 അംബികമാരുടെ, മൂകാംബികയുടെയും ഹേമാംബികയുടെയും അതുപോലെ കന്യാകുമാരിയിൽ നിന്നും കൊടുങ്ങല്ലൂരിൽ നിന്നുമൊക്കെയുള്ള രഥഘോഷയാത്രകൾ തിരുനാവായിലേക്ക് എത്തിച്ചേരും. ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെ 28-ന് ശേഷമാണ് ആരംഭിക്കുക. നിള ആരതി അടക്കമുള്ള ഗംഗാരതിക്ക് സമാനമായിട്ടുള്ള നിള ആരതി അടക്കമുള്ള ചടങ്ങുകൾ 18-ാം തീയതി മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം ഉണ്ടാകും. മറ്റ് ഹോമകർമ്മങ്ങളും അതുപോലെ തന്നെ സന്യാസിവര്യന്മാരുടെ ചടങ്ങുകളൊക്കെയാണ് ഈ ദിവസങ്ങളിൽ ഉണ്ടാവുക. എന്നാണെങ്കിലും ഇത് ഏറ്റവും പ്രധാനം മഹോത്സവം എന്നത് 271 വർഷങ്ങൾക്ക് മുൻപാണ് തിരുനാവായിൽ ഏറ്റവും അവസാനമായിട്ട് നടന്നത്. മാമാങ്കത്തിൻ്റെ മുൻപ് ഉണ്ടായിരുന്ന ഒരു ഉത്സവമായിട്ടാണ് ഇത് കാണുന്നത്. അത് പിന്നീട് ലോപിച്ച് അല്ലെങ്കിൽ ഒരു ആയോധന കലകളുടെ കേന്ദ്രമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു രൂപത്തിലേക്ക് മാറുകയും അത് മാമാങ്കമായി മാറുകയും തുടർന്ന് അത് അവസാനിക്കുകയും ചെയ്തു. അത് അങ്ങനെയല്ല. എന്നാൽ അതിൻ്റെ ഒരു വീണ്ടെടുപ്പ് ഒരു വൈദിക കാലത്തിലേക്കുള്ള തിരിച്ചുപോക്കിൻ്റെ ഭാഗമായിട്ടുള്ളതാണെന്നാണ് സംഘാടക സമിതിയുടെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം. 2016 മുതൽ തന്നെ മാഘമഹോത്സവം തിരുനാവായിൽ നടക്കുന്നുണ്ട്. പക്ഷേ അത് ഇത്രയും വിപുലമായ രീതിയിൽ കുംഭമേളയ്ക്ക് സമാനമായ സാഹചര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ആദ്യമായിട്ടാണ് ഇത്തവണ നടക്കുന്നത്. എന്നാണെങ്കിലും ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സന്യാസിവര്യരും അതേപോലെ തന്നെ മറ്റ് വൈദിക പരമ്പരയിൽപ്പെട്ടവരും ഒക്കെ ഈ ദിവസങ്ങളിൽ ഇവിടേക്ക് എത്തിച്ചേരും. വിവിധ ഇടങ്ങളിൽ നിന്ന് വിശ്വാസികളായിട്ടുള്ളവരും ഈ ഒരു ദിവസങ്ങളിലേക്ക് ഇവിടേക്ക് എത്താൻ സാധ്യതയുണ്ട്. ഈ ഇത്രയും 18 മുതൽ ഫെബ്രുവരി 3 വരെ നീണ്ടു നിൽക്കുന്ന ഈ ഒരു ഉത്സവത്തിൽ ലക്ഷക്കണക്കിന് വിശ്വാസികൾ പങ്കെടുക്കുന്ന കണക്കൂട്ടിലാണ് ഇപ്പോൾ മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുന്നത്. എന്നാണെങ്കിലും ഇതിൻ്റെ തുടക്കത്തിലുണ്ടായിരുന്ന ഒരു തടസ്സം ജില്ലാ ഭരണകൂടത്തിൻ്റെ അനുവാദം ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അതിന് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചതോടെ ആ തടസ്സം നീങ്ങിയിട്ടുണ്ട്. ഇനി നിശ്ചയിച്ച രീതിയിൽ തന്നെ എല്ലാം മുന്നോട്ട് പോകുമെന്ന പ്രതീക്ഷ തന്നെയാണ് സംഘാടകർ പങ്കുവയ്ക്കുന്നത്. CV അനുമോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്കിനി തൃശ്ശൂരിലേക്ക് പോകണം. അവിടെ കലയുടെ പൂരം നടക്കുകയാണ്. തൃശ്ശൂരിൽ കലാപൂരം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പിനായി കടുത്ത പോരാട്ടമാണ്. 487 പോയിന്റുമായി കണ്ണൂർ ഇപ്പോൾ മുന്നിൽ കയറി. 483 പോയിന്റുമായി കോഴിക്കോട് തൊട്ടു പിന്നിലുണ്ട്. 481 പോയിന്റുമായി തൃശ്ശൂരാണ് 3-ാം സ്ഥാനത്ത്. കലോത്സവത്തിന്റെ 3-ാം ദിവസമായ ഇന്ന് കുച്ചിപ്പുടിയും പരിചമുട്ടും ചവിട്ടുനാടകവും അരങ്ങേറും. നവമി ദിനേശ് ശരിയാണ്. നവമി, പ്രധാനപ്പെട്ട ഡാൻസ് ഇനങ്ങളൊക്കെ ഇന്ന് അരങ്ങേറുന്നുണ്ട്.
ഒരു വല്ലാത്ത ഈ പൂരത്തിൻ്റെ നാട്ടിൽ വലിയ ആവേശത്തിലാണ് കുരുന്നുകൾ എത്തിയിരിക്കുന്നത് അല്ലേ? അതെ രഞ്ജിത്ത്, ആവേശത്തിന് ഒട്ടും കുറവില്ല. തൃശ്ശൂരിലെ ഈ കലോത്സവ പൂരം പൊടിപൊടിക്കുകയാണ്. നമ്മുടെ കുട്ടികളെല്ലാം തന്നെ ഒന്നിനൊന്ന് മെച്ചമാണ്. ആരാണ് മികച്ചതെന്ന് പറയാനേ കഴിയില്ല. 25 വേദികൾ ചെല്ലുമ്പോഴും ഓരോ കുട്ടികളും അവരുടെ ഈ ഒരു മത്സരം അല്ലെങ്കിൽ അവരുടെ പ്രകടനമൊക്കെ അതിഗംഭീരമെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അതിനപ്പുറമുള്ളൊരു വാക്കില്ല. ഇന്നെന്തായാലും 60 ഇനങ്ങളാണ് ഈ ഓരോ വേദികളിലുമായി നടക്കുന്നത്. 121 ഇനങ്ങൾ ഇതിനോടകം തന്നെ പൂർത്തിയാക്കി. ഞാനിപ്പോൾ നിൽക്കുന്നത് വേദി 6 ചെമ്പകത്തിലാണ്. അവിടെ നാടൻ പാട്ട് HS വിഭാഗത്തിന്റെ നാടൻ പാട്ട് മത്സരം ഉടനെ തന്നെ ആരംഭിക്കും. 10 മണിയോടുകൂടി ആരംഭിക്കും. എന്നോടൊപ്പം ചേരുന്നത് നമ്മുടെ കാസർഗോഡ് നിന്ന് വന്ന കുറച്ചധികം ചുണക്കുട്ടികളാണ്, മിടുക്കികളാണ്, സകലകലാ വല്ലഭകളാണ്. കാരണം ഇതൊന്നും ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ. ഇവര് ഓരോരുത്തരും ഇത് മാത്രമല്ല, പല പല ഇനങ്ങളിൽ പെർഫോം ചെയ്യുന്നവരുണ്ട്. കവിതയ്ക്ക് A ഗ്രേഡ്, കവിത അല്ലെ, കവിത മലയാളം കവിതയ്ക്ക് A ഗ്രേഡ് കിട്ടിയ കുട്ടിയുണ്ട്. തിരുവാതിരയിൽ പാട്ട് പാടുന്ന കുട്ടികളുണ്ട്. അങ്ങനെ കാസർഗോഡ് നിന്ന് പുലർച്ചെ അവർ എത്തിയിരിക്കുകയാണ്. ഇന്നിവർ നാടൻ പാട്ടാണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. എല്ലാം തയ്യാറല്ലേ? റെഡിയല്ലേ? സെറ്റല്ലേ? അപ്പൊ A ഗ്രേഡ് തന്നെ ആദ്യമായിട്ടാണോ? അതിന്റെ ഒരു സന്തോഷം കൂടി ഉണ്ട്. ഭയങ്കരമായിട്ടുണ്ട്. ടെൻഷൻ ഉണ്ടോ? ഇല്ല, ടെൻഷന്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് എന്തായാലും ഈ കുട്ടികളുടെ ഒരു പെർഫോമൻസ് ഒന്ന് കാണാം. തുടങ്ങല്ലേ അപ്പോ? അതിഗംഭീരമായിട്ടുണ്ട് രഞ്ജിത്ത്. നമ്മൾ ഇതിൽ ചുവട് വെച്ചില്ലെങ്കിലേ ഉള്ളൂ അതിശയം. എന്ത് മനോഹരമായിട്ടാണ് കുട്ടികൾ ഇത് പെർഫോം ചെയ്തത്. എന്തായാലും ഇതേ പെർഫോമൻസ് തന്നെ നിങ്ങൾക്ക് സ്റ്റേജിലും കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒപ്പം ഈ കവിതാ രചനയ്ക്ക് A ഗ്രേഡ് കിട്ടിയ ഒരു പാരായണത്തിന് A ഗ്രേഡ് കിട്ടിയ കുട്ടി കൂടി ഉണ്ട്. നമുക്കൊരു 2 വരി കവിത ചൊല്ലുന്നതിന് ബുദ്ധിമുട്ടില്ലല്ലോ. വിശ്രുതൻ വിജയൻ നീ കേവലമൊരസ്ത്രത്താൽ
വിശ്വപുഷ്കരങ്ങളെ കമ്പനം കൊള്ളിക്കുന്നു. എങ്കിലും ഒരു വനവേടന്റെ ഔദാര്യകാലേന്തി നിന്നേര തുഴിഞ്ഞിടുന്നു കിതപ്പോടെ. ആഴികൾ പിൻവാങ്ങും നിൻ പ്രതാപം അവന്റെ കാൽപ്പൂഴിയിൽ കണ്ണീർ വീഴ്ത്തി കുഴയാൻ എന്റെ കാര്യം. കാടനെ അവനിലെ ദേവനെ പോലും നന്നാക്കിടുവാനല്ല തീർച്ച, തൻ കാര്യം കാണാൻ മാത്രം. മനോഹരമായിട്ടുണ്ട് മോളെ, മനോഹരമായിട്ടുണ്ട്. നമുക്ക് ഇവരുടെ അധ്യാപകൻ കൂടി ചേരുന്നുണ്ട്. സാർ, ഇന്നിപ്പോ ഇവരെ അവതരിപ്പിച്ചത് എവിടെ, ഏത് ഇതിന്റെ ഒരു ഐതിഹ്യം? കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലെ മല കമ്മ്യൂണിറ്റി പാടി വരുന്ന ദേവതകളെ വർണ്ണിച്ച് പാടുന്ന ഒരു ചാമുണ്ടിത്തോറ്റാണ്. പിള്ളേരെല്ലാം വളരെ വൈബ് പിള്ളേരാണല്ലേ? ഉഷാറാണ്, പിള്ളേർ നല്ല ഉഷാറാണ്. പ്രാക്ടീസ് ചെയ്യുമ്പോൾ നല്ല നല്ല വൈബാണ്. എനർജി നമുക്ക് ഇതിൽ അതെ അതെ അതെ. സ്റ്റേജിൽ ഉണ്ടാവും. അങ്ങനെ തന്നെ ആവട്ടെ. എന്ത് എഫേർട്ട് എടുത്താലേ ഇതൊക്കെ കൊട്ടുന്നത്? ആദ്യമൊക്കെ ബുദ്ധിമുട്ടുണ്ടായോ? ഇല്ല, മാഷ് നല്ല രീതിയിൽ പഠിപ്പിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അപ്പൊ എല്ലാവിധ ആശംസകളും മക്കളെ. എന്തായാലും ഇതുപോലെ ഓരോ വേദിയിലും കുട്ടികളുടെ മാസ്മരികമായിട്ടുള്ള പ്രകടനം തന്നെയാണ് രഞ്ജിത്ത് കാണാൻ സാധിക്കുന്നത്. ഇന്ന് പ്രധാനമായും ഉള്ളത് കുച്ചിപ്പൊടിയുണ്ട്. പ്രധാന വേദിയിൽ കുച്ചിപ്പൊടിയുണ്ട്, HS വിഭാഗത്തിന്റെ തിരുവാതിരയുണ്ട്, പരിചമുട്ടുണ്ട്, അതോടൊപ്പം തന്നെ ചവിട്ട് നാടകത്തിനും ഏറെ ആരാധകരുള്ള അല്ലെങ്കിൽ പ്രേക്ഷകരുള്ള ഒരു മത്സര ഇനം കൂടിയാണ് ചവിട്ട് നാടകം. അതോടൊപ്പം തന്നെ യക്ഷഗാനവും ഒക്കെ വളരെ ഭംഗിയാണ് കാണുന്നതിന് വേണ്ടി. അതിനൊക്കെ നിറച്ച് ആളുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കേരള നടനം, കഥകളിയുണ്ട്, കഥകളി സിംഗിൾ ഉണ്ട്, ഉച്ചയ്ക്ക് ശേഷം ഗ്രൂപ്പുമുണ്ട്. അങ്ങനെയാണ് ഇന്നത്തെ കലാമത്സരങ്ങൾ ഇന്ന് അരങ്ങേറുന്നത്. 3-ാം ദിവസമായി എത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ പോകുന്നതെന്നാണ് ഞാൻ ഓർക്കുന്നത്. 18-ാം തീയതിയാണ് സമാപന സമ്മേളനം. അന്നായിരിക്കും നമ്മുടെ ഇത്തവണ സ്വർണ്ണക്കപ്പ് ആര് കൊണ്ടുപോകുമെന്ന് അറിയാൻ സാധിക്കുക. കോഴിക്കോടും കണ്ണൂർ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന ഒരു രീതിയിൽ തന്നെയാണ് മത്സരങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇന്ന് രാവിലെയും ഉച്ചയ്ക്കായിട്ടുമായിരിക്കും ഈ മത്സരങ്ങൾ നടക്കുക. എന്തായാലും ഇന്നലെ ഒന്നും വലിയ ഡിലേ ഉണ്ടായില്ല. ആദ്യത്തെ ദിവസം മാത്രമാണ് പുലർച്ചെ ഒരു 2 മണിവരെയൊക്കെ മത്സരങ്ങൾ നീണ്ടത്. ഇന്നലെ 11 മണിയോടുകൂടി തന്നെ എല്ലാ വേദികളിലും ഒക്കെ ഈ മത്സരങ്ങളെല്ലാം അവസാനിക്കുകയും ഒക്കെ ചെയ്ത് അത് തന്നെ കുട്ടികൾക്കും വലിയ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. എന്നാലും അല്പസമയത്തിനുള്ളിൽ തന്നെ വേദികളിൽ ആദ്യത്തെ മത്സരം ആരംഭിക്കും. ശരി. വാശിയേറിയ തിരുവാതിര മത്സരമാണ് 1-ാം വേദിയായ സൂര്യകാന്തിയിൽ നടന്നത്. മത്സരം അവസാനിക്കുന്നതുവരെ നിറഞ്ഞ സദസ്സായിരുന്നു. മനോഹരമായ തിരുവാതിര കാഴ്ചവെച്ച പാലക്കാട് കുറുമശ്ശേരി സ്കൂളിലെ കുട്ടികളുടെ വിശേഷത്തിലേക്ക്. എല്ലാ കലോത്സവ വേദികളിലും ഏറ്റവും കൂടുതൽ ആളുകൾ കാണാൻ കാത്തിരിക്കുന്ന ഒരു മത്സര ഇനമാണ് തിരുവാതിര. ഇത്തവണയും പതിവ് തെറ്റിച്ചില്ല. തിരുവാതിര വേദികളിലെല്ലാം നിറഞ്ഞ സദസ്സ് തന്നെയായിരുന്നു. ഇപ്പോൾ എന്നോടൊപ്പമുള്ളത് പാലക്കാട് ജില്ലയിലെ കുട്ടികളാണ്. മക്കളെ, ഏത് സ്കൂളിൽ നിന്നാ? GHSS പൊറ്റശ്ശേരി. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ പെർഫോമൻസ്? നല്ല പെർഫോമൻസ് ആയിട്ട് തോന്നി. നല്ല മത്സരമാണ്, ടൈറ്റ് ആയിട്ടുള്ള മത്സരമാണ്. എല്ലാരും നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. അപ്പോ ഞങ്ങൾ അതേപോലെ കളിച്ചു എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. ഇത് നിങ്ങൾ ആദ്യമായിട്ടാണോ? ഫസ്റ്റ് ടൈമാണ്. അതിന്റെ ഒരു ടെൻഷൻ, സന്തോഷം? ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഫസ്റ്റ് ടൈം ഞങ്ങൾക്ക് സ്റ്റേറ്റ് പോകാനുള്ള ഒരു അവസരം കിട്ടി. ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു എല്ലാരും കളിക്കണേല്. അപ്പൊ ഇവിടെ വന്ന് ഇതൊക്കെ കണ്ടപ്പോഴുള്ളൊരു അനുഭവം, എക്സൈറ്റ്മെന്റ് ഒന്നും പറയാല്ല. നല്ല രസമായിരുന്നു. കാരണം ഇങ്ങനത്തെ ഒരു വേദി കിട്ടുക പറയണ തന്നെ ഏറ്റവും വലിയൊരു കാര്യമല്ലേ. അപ്പൊ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു എല്ലാവരും. ഞങ്ങളുടെ ബെസ്റ്റ് ആയിട്ട് തന്നെ കളിച്ചിട്ടുണ്ട്. പരമാവധി ഞങ്ങൾ പഠിച്ച പോലെ നല്ല രീതിയിൽ തന്നെ കളിച്ചിട്ടുണ്ട്. ഇത് എത്ര നാളത്തെ ഒരു പ്രാക്ടീസ് ആയിരുന്നു നിങ്ങളുടേത്? ഓഗസ്റ്റ് തൊട്ടിട്ട് തുടങ്ങിയതാണ്. ഞങ്ങള് സിദ്ധാർത്ഥേട്ടൻ ഉള്ളതുകൊണ്ടാണ് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഇവിടെ വരെ എത്തിയത്. അപ്പൊ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി നിങ്ങൾ 2 ചുവട് വെച്ചാലോ? അത് കഴിഞ്ഞിട്ട് കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരാം. ചന്ദനക്കുളിരുകോരും ചന്ദ്രിക തൂകും രാവിലെ ചന്ദമാം സൗഗന്ധികത്തിൻ ഗന്ധവുമേറ്റം തതേത പാരം നന്നായി പരക്കുന്നു ചിന്തയിൽ ചാരുമോഹങ്ങൾ. പാരം നന്നായി പരക്കുന്നു ചിന്തയിൽ ചാരുമോഹങ്ങൾ. മന്ദം മന്ദം അലയാർന്നു വന്നണയുന്നു തതേത മന്ദം മന്ദം അലയാർന്നു വന്നണയുന്നു. താരകളും പുതു നിൽപ്പൂ നീലവ
മനം കുളിർക്കേ. വളരെ മനോഹരമായിട്ടുണ്ട്, നല്ല രസമുണ്ട് നിങ്ങളുടെ ഈ ചിരിയും ആ ചുവടുവയ്പും ഒക്കെ കാണാൻ. ഇടയ്ക്കൊരാള് സിദ്ധാർത്ഥ ഏട്ടനെ പറ്റി പറഞ്ഞു. സിദ്ധാർത്ഥാണ് ഇവരുടെ ആശാൻ. സിദ്ധാർത്ഥ വരൂ. ആശാനാണ് ഈ കുട്ടികളുടെ എല്ലാം പിന്നിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞു. പിന്നല്ല, മുന്നിൽ നിന്ന് നയിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു കുട്ടികളുടെ ഇന്നത്തെ ഒരു പെർഫോമൻസ്? അടിപൊളിയായിരുന്നു. ഞാൻ പ്രതീക്ഷയിലെക്കാളും നന്നായിട്ട് കളിച്ചവര്. എല്ലാ വർഷവും ഇങ്ങനെ കുട്ടികളുമായിട്ട്? ഇല്ല, ഞാനിത് ആദ്യമായിട്ടാണ് സംസ്ഥാന തലത്തിൽ പഠിപ്പിക്കുന്നത്. ഈ വീട്ടമ്മമാരെയും തിരുവാതിര പഠിപ്പിക്കുന്നു എന്ന് ഞാൻ കേട്ടു. അങ്ങനെയല്ല, അമ്മ തിരുവാതിര ട്രൂപ്പിലുണ്ട്. അപ്പൊ അമ്മനെ ഇടയ്ക്ക് അങ്ങോട്ട് കൊണ്ടുപോകും. അങ്ങനെ ഇഷ്ടായിട്ടാണ് ഇത് തുടങ്ങിയത്. കണ്ടുപഠിച്ചിട്ട് ഞാനും പഠിപ്പിച്ച് അങ്ങനെ. അതെ അതെ അതെ. ഈ തിരുവാതിരയിൽ ഇങ്ങനെ ഓരോ മാറ്റം ഉണ്ടോ? ഓരോ വർഷവും കഴിയുന്തോറും എന്തെങ്കിലുമൊക്കെ പുതിയ കൊറിയോഗ്രഫികൾ വരുന്നുണ്ട്. ഓരോരോ കഥയുടെ ബേസ് ആയിട്ട് വരുന്നുണ്ട്. പാട്ടുകളിൽ ട്യൂണുകൾ വ്യത്യാസം വരുന്നുണ്ട്. അങ്ങനെ ഓരോരോ വ്യത്യാസങ്ങൾ തിരുവാതിരയിലും കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അതാണല്ലോ ഒരു കലാരൂപത്തിന്റെ ഓരോ വിജയം. അതെ, എന്തായാലും നിങ്ങളുടെ ഡ്രസ്സും കോസ്റ്റ്യൂം ഒക്കെ നല്ല രസമുണ്ട്. ഈ മാലയും ഈ കളറും നല്ല രസമുണ്ട്, ഈ ലൈറ്റിലൊക്കെ കാണാനും. എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നുണ്ട്. ക്യാമറാമാൻ KP ധനേഷിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 തൃശൂർ. കേരളത്തിലെ PSC നിയമനങ്ങൾക്കുള്ള പ്രായപരിധി പരിഷ്കരിക്കണമെന്ന ആവശ്യവുമായി ഉദ്യോഗാർത്ഥികൾ. സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിൽ നിന്നും പങ്കാളിത്ത പെൻഷനിലേക്ക് മാറിയപ്പോൾ വിരമിക്കൽ പ്രായം ഉയർത്തിയെങ്കിലും നിയമനത്തിലുള്ള പ്രായപരിധി ഉയർത്തിയിരുന്നില്ല. ഈ വിഷയത്തിൽ കാലോചിതമായ മാറ്റമാണ് ഉദ്യോഗാർത്ഥികൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യം. വിരമിക്കൽ പ്രായം ഉയർന്നതോടെ നിരവധി വിദ്യാർത്ഥികൾക്ക് അവസരം നഷ്ടപ്പെടുന്നു എന്ന ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. 2013 മുതലാണ് സംസ്ഥാനത്തെ പങ്കാളിത്ത പെൻഷൻ നിലവിൽ വന്നത്. സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിൽ നിന്നും പങ്കാളിത്ത പെൻഷനിലേക്ക് മാറിയപ്പോൾ ഉദ്യോഗസ്ഥരുടെ വിരമിക്കൽ പ്രായം 56-ൽ നിന്നും 60-ലേക്ക് ഉയർത്തിയെങ്കിലും PSC പരീക്ഷകളുടെ ഉയർന്ന പ്രായപരിധി 36 എന്നതിൽ മാറ്റം വരുത്തിയിരുന്നില്ല. പെൻഷൻ പ്രായം വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധിയിലും ആനുപാതികമായ വർധനവ് വരുത്തണമെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം. ഞങ്ങൾ 14 ജില്ലകളിലെയും ഉദ്യോഗാർത്ഥികളുടെ ആവശ്യമെന്ന് പറയുന്നത് 2013 NBS സ്കീം പ്രകാരം പെൻഷൻ പ്രായം 56-ൽ നിന്നും 60-ആയി ഉയർത്തുകയുണ്ടായി. എന്നാൽ ഞങ്ങൾ PSCക്ക് അപേക്ഷിക്കുന്നതിനുള്ള പ്രായപരിധി 36-ൽ നിന്നും 40 ആക്കിയിട്ടില്ല ഇത്രയും കാലത്തിനിടയിൽ. ഇതിന് പ്രകാരം ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുൻപാകെ ഒരു അപേക്ഷ നൽകുകയുണ്ടായി. അദ്ദേഹം ഇതിൽ ഒരു നയപരമായ തീരുമാനം എടുക്കുമെന്ന് ഞങ്ങൾ PSC ഉദ്യോഗാർത്ഥികൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. വിരമിക്കൽ പ്രായം കൂടിയതും പുതിയ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തതിലുണ്ടായ കുറവും ഉദ്യോഗാർത്ഥികളെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ഒഡീഷ, തെലങ്കാന, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിലവിൽ പ്രായപരിധി ഉയർത്തിയിട്ടുണ്ടെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. കോവിഡ് മഹാമാരി കാലഘട്ടത്തിൽ പരീക്ഷകൾ മുടങ്ങുകയും വിജ്ഞാപനങ്ങൾ വൈകുകയും ചെയ്തിരുന്നു. ഇതും PSCക്കായി തയ്യാറെടുക്കുന്നവരെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായി ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. എന്നാൽ ഇതിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. പ്രധാന നൊബേൽ ജേതാവായ വെനസ്വേലിയൻ പ്രതിപക്ഷ നേതാവ് മരിയ കുരീന മച്ചാഡോ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കണ്ടു. വൈറ്റ് ഹൗസിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. മച്ചാഡോ തന്റെ നൊബേൽ മെഡൽ ട്രംപിന് സമ്മാനിച്ചു. വെനസ്വേലയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് തന്റെ തീരുമാനമെന്ന് അവർ മാധ്യമങ്ങളോട് പറഞ്ഞു. മച്ചാഡോയ്ക്ക് ട്രംപ് ട്രൂത്ത് സോഷ്യൽ വഴി നന്ദി രേഖപ്പെടുത്തി. I presented the President of the United States the medal of the Nobel Peace Prize, and I told him this. Listen to this. 200 years ago, General Lafayette gave Simón Bolívar a medal with George Washington face on it. Bolívar since then kept that medal for the rest of his life. Actually, when you see his portraits, you can see the medal there. And it was given by General Lafayette as a sign of the brotherhood between the United States, people of the United States and the people of Venezuela in their fight for freedom against tyranny. And 200 years in history, the people of Bolivar are giving back to the heir of Washington a medal, in this case a medal of the Nobel Peace Prize, as a recognition അജയ് സുധാ for ബിജു, വെനസ്വേലൻ രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റമാണ്. കാരണം അവിടുത്തെ പ്രധാന ആളുകളൊക്കെ ഇപ്പോൾ ട്രംപിനൊപ്പം ചേരുന്നു. മഡ്യൂറോ ജയിലിലാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്?
രഞ്ജിത്ത് എന്തൊക്കെ പറഞ്ഞാലും ട്രംപിൻ്റെ ഏറെക്കാലമായിട്ടുള്ള ഒരു ആഗ്രഹം സഫലമായി. നേരിട്ടല്ലെങ്കിലും മറ്റൊരു രീതിയിൽ അദ്ദേഹത്തിന് നൊബേൽ പുരസ്കാരം ലഭിച്ചു. ഇതിനു മുൻപേ കഴിഞ്ഞ വർഷം അദ്ദേഹം താൻ നൊബേൽ പുരസ്കാരത്തിന് അർഹനാണെന്ന് പറഞ്ഞുകൊണ്ട് പല ആവർത്തി രംഗത്ത് വന്നിരുന്നു. എന്നാൽ നൊബേൽ കമ്മിറ്റി മരിയ കൊരീന മെച്ചാഡോയാണ് ഈ നൊബേൽ പുരസ്കാര ജേതാവായി 2025 പ്രഖ്യാപിച്ചത്. ഈ വെനസ്വേലയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന്, അവിടെയുള്ള ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള പ്രതിഷേധങ്ങൾ എല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് അവരെ പുരസ്കാരത്തിന് അർഹയാക്കിയത് എന്നായിരുന്നു ഈ നൊബേൽ കമ്മിറ്റിയുടെ വിശദീകരണം. നിലവിൽ ഇപ്പോൾ വെനസ്വേലയിൽ അമേരിക്ക നടത്തിയിട്ടുള്ള ഒരു രഹസ്യ ഓപ്പറേഷൻ നിക്കോളാസ് മെഡറോയെ ജയിലിൽ അടച്ച നടപടി, അപ്പോൾ ഇതെല്ലാം കാരണം അവിടെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഒഴിവ് അവിടെ സംജാതമായിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഇടക്കാല പ്രസിഡന്റായിട്ട് നിയമിച്ചിട്ടുള്ളത് ഡെൽസി റോഡ്രിഗോസിനെ ആണെങ്കിലും ഇനി അടുത്ത് ഈ മരിയ കൊരീന മെച്ചാഡോയെ ആ അധികാര സ്ഥാനത്തേക്ക് തിരിച്ച് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം, അത് അവിടെയുള്ള ഒരു രാഷ്ട്രീയ മാറ്റത്തിന് തന്നെയാണ് അവർ നീക്കം നടത്തുന്നത്. അതിന് ട്രംപിൻ്റെ പിന്തുണ തേടിക്കൊണ്ടാണ് തീർച്ചയായിട്ടും അവർ വൈറ്റ് ഹൗസിലെത്തിയത്. വൈറ്റ് ഹൗസിലെത്തി അവർ ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി. മാത്രമല്ല നിരവധി സെനറ്റർമാരുമായിട്ടും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എന്താണ് ഇവർ ചർച്ച ചെയ്തതെന്ന് നിലവിൽ വ്യക്തമാക്കിയിട്ടില്ല. അതിൻ്റെ പ്രസ്താവനകളെല്ലാം ഇനി ട്രംപ് മാധ്യമങ്ങളെ കണ്ട് അത് വിശദീകരിക്കണം. എന്തായാലും ആ കൂടിക്കാഴ്ചക്കിടെയാണ് ഇപ്പോൾ മരിയ കൊരീന മെച്ചാഡോ തനിക്ക് ലഭിച്ച നൊബേൽ പുരസ്കാരം ട്രംപിന് കൈമാറിയത്. ബിജു വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. നമുക്ക് 9 മണി വാർത്ത പൂർണ്ണമാക്കാനുള്ള സമയമായി. ഇനി ന്യൂസ് ട്രെൻഡ്സുമായി KP അഭിലാഷ് ചേരും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.